Casting on all. Okay. നമ്മള് ബേസിക് ഓഫ് കമ്പ്യൂട്ടർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അവരും കയറി കാണും അല്ലേ? ടൈമിലെല്ലാവരും ഇത് ചെയ്യേണ്ടതുണ്ടോ? നമ്മള് എവിടെ വരെയാണ് ബേസിക് ഓഫ് കമ്പ്യൂട്ടർ പറഞ്ഞു നിർത്തിയത്? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ബേസിക് ഓഫ് കമ്പ്യൂട്ടർ നമ്മള് എവിടെ വരെയാണ് പഠിപ്പിച്ച് നിർത്തിയെന്ന് ഓർമ്മയുണ്ടോ? ആപ്ലിക്കബിലിറ്റി മനസ്സിലാക്കാറുണ്ടോ ആരെങ്കിലും? ക്ലിനിക്കൽ പ്രസന്റേഷൻ അതിന്റെ സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? വായിച്ചിട്ട് എന്തെങ്കിലും ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. എന്തെങ്കിലും വായിച്ചിരുന്നോ? നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? പ്രത്യേകിച്ച് വായിച്ചൊന്നും നോക്കണില്ല. കമ്പ്യൂട്ടർ ആയതുകൊണ്ട് തന്നെ ഏത് ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാം അല്ലെ? അങ്ങനെയുള്ള ഒരു മൈൻഡിലാണോ? അറിയാം ഇതിന്റെ ആ ഒരു ക്വസ്റ്റ്യൻസ് ഈ ഭാഗങ്ങളിൽ നിന്നും അധികം ക്വസ്റ്റ്യൻസ് കാണാറില്ല, ചോദിച്ച് കാണാറില്ല. എങ്കിലും പിന്നീട് കുറച്ച് ഭാഗങ്ങൾ ലാസ്റ്റ് ഇതിലൊക്കെ ഇപ്പോഴത്തെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ജസ്റ്റ് നമുക്ക് ആ ടൈമിലൊക്കെ കുറച്ച് പോയിന്റ്സ് കൂടുതൽ നമുക്ക് നോട്ട് ചെയ്ത് പോകാം. ഇപ്പൊ നമുക്ക് പഠിച്ചു നിർത്തിയത് കണ്ടിന്യൂ ചെയ്യാലോ? സ്റ്റാർട്ട് ചെയ്ത് അവയിക്കോട്ടെ എന്തെങ്കിലും. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ആപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റൽ. എന്തിനെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? പവർ പോയിന്റിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, നമ്മളെ പവർ പോയിന്റിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞത് ആർക്കെങ്കിലും അതെങ്കിലും ഓർമ്മയുണ്ടോ നോക്കട്ടെ. പവർ പോയിന്റിന്റെ ആ സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകത എന്താണെന്നാ പറഞ്ഞത്? എന്ത് തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആണെന്നാ പറഞ്ഞത്? ഓർമ്മയുണ്ടോ? നമ്മള് മൈക്രോസോഫ്റ്റ് വേഡിനെ കുറിച്ച് ഓക്കെ പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിനെ കുറിച്ച് ആരെങ്കിലൊക്കെ ഓർക്കുന്നുണ്ട്? അപ്പൊ നമ്മൾ കണ്ടായിരുന്നു എന്താണ് മൈക്രോസോഫ്റ്റ് വേഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ പവർ പോയിന്റിനെ കുറിച്ച് പറഞ്ഞു. നമുക്ക് എക്സൽ ഉണ്ട്. അപ്പൊ ഈ പവർ പോയിന്റ് സാധാരണയായിട്ട് പ്രസന്റേഷന് വേണ്ടിയിട്ട് നമുക്കറിയാം പ്രസന്റേഷൻ ആവുമ്പോൾ എന്താണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നിച്ച് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ? നിങ്ങൾക്ക് ആക്ച്വലി ഫസ്റ്റ് അവർ സാറായിരുന്നു. ഫസ്റ്റ് അവർ ഞാനിപ്പോ എന്റെ സെക്കൻഡ് അവർ ആണ്. അതുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ കോപ്പറേറ്റ് ചെയ്യാത്തത് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങളിങ്ങനെ പ്രതീക്ഷിച്ച മിസ്സല്ല വന്നിരിക്കുന്നത് അല്ലെ? അതിന്റെ ഒരു ഇതുണ്ട്. നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നതൊക്കെ വേറെ മിസ്സിന്റെ ചെയ്യാൻ. പിന്നെ ആരുടെ അവറാണ്? വന്ദന മിസ്സിന്റെ അവറാണോ? സാറിന്റെ. അപ്പോ സാറിന്റെ ഇംഗ്ലീഷ് ക്ലാസ് കേൾക്കാനിരുന്നത് കൊണ്ടാണ് എന്താണ് നമുക്ക് പെട്ടെന്ന് കമ്പ്യൂട്ടർ വന്നിട്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്കത് കൈകാര്യം ചെയ്യാം. കാരണം സാറിന് ഒത്തിരി രീതിയിലേ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കയറിയിരിക്കുന്നത്. അപ്പോ നമുക്ക് എന്താണ് നമുക്കാണെങ്കിൽ പോർഷൻസ് എടുത്ത് തീർക്കാനും ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചത് സാറിന്റെ അവർ മിസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ മറ്റു ക്ലാസ്സുകളിൽ നിന്നാണല്ലോ വരുന്നത്. അപ്പോ സാറിന്റെ അവർ മിസ് അഡ്ജസ്റ്റ് ചെയ്തേന്ന് വിചാരിച്ചു. ആക്ച്വലി സാറിന്റെ അവറുകൾ പോകുന്നതിൽ വിഷമമൊന്നും വിചാരിക്കരുത്. കാരണം നമുക്ക് എല്ലാ ടീച്ചേഴ്സിനും പോർഷൻസ് കുറച്ച് കൂടുതൽ എടുത്ത് തീർക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സാറിന്റെ അവറുകളെ ഇടയ്ക്ക് കയറുന്നത്. നിങ്ങൾക്ക് അതിൽ വല്ല വിഷമമുണ്ടോ?
ഇല്ല. അപ്പൊ നമുക്ക് നോക്കാം. ഇതില് കമ്പ്യൂട്ടറിന്റെ ഇതില് നോക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഓക്കെ, നിങ്ങളിപ്പോ ഓക്കെയാണ്. എന്തായാലും അപ്പൊ കമ്പ്യൂട്ടറിന്റെ അതിലേക്ക് നോക്കാം. കമ്പ്യൂട്ടറിന്റെ അതില് നമ്മൾ ജസ്റ്റ് ഫസ്റ്റ്ലി പറഞ്ഞു എന്താണ് പവർ പോയിന്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണെന്ന് പറഞ്ഞു. വേർഡ് പ്രോസസ്സിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞു എന്താണ് പ്രധാനമായിട്ടും നമ്മള് ഡാറ്റകൾ അല്ലെ ഡോക്യുമെന്റോ അല്ലെങ്കിൽ റെസ്യൂംസ് ഒക്കെ തയ്യാറാക്കാനായിട്ടാണ് അത് യൂസ് ചെയ്യണേന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഹോസ്പിറ്റലിലെ ആ ഒരു കാര്യമാണ് ഇനി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഹോസ്പിറ്റൽ നോക്കുകയാണെങ്കിൽ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിന്റെ അതിന്റെ ആപ്ലിക്കബിലിറ്റി ഹോസ്പിറ്റലിൽ നോക്കുമ്പോൾ ക്ലിനിക്കൽ പ്രസന്റേഷന്റെ കാര്യം ജസ്റ്റ് പറഞ്ഞു നിർത്തി. ഇനി നമുക്ക് നോക്കാം മാനേജിങ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രസന്റേഷൻ. മാനേജ്മെന്റ് തലത്തില് അല്ലെങ്കിൽ അതിന്റെ ഭരണ നിർവഹണ തലത്തില് ഈ ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിന്റെ ഉപയോഗം എന്താണ് അല്ലെ. നമുക്കറിയാം പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിന് അതിൻ്റെതായ കുറെ ഗുണവശങ്ങളാണ് അല്ലെ. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ഫോർ വാസ്റ്റ് മീറ്റിംഗ്സ്, ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ്സ് ആൻഡ് സ്ട്രാറ്റജിക് പ്ലാൻ സെഷൻസ് അല്ലെ. നമുക്കറിയാം അവിടെ ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർക്ക് എന്താണ് മീറ്റിംഗുകൾ കണ്ടക്ട് ചെയ്യേണ്ടതുണ്ട്. എന്താണ് ഡിപ്പാർട്ട്മെന്റുകളിൽ അല്ലെ നമുക്ക് മാനേജ്മെന്റ് തലത്തിലുള്ള മീറ്റിംഗുകൾ കണ്ടക്ട് ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെന്റൽ തലത്തിൽ മീറ്റിംഗുകൾ കണ്ടക്ട് ചെയ്യേണ്ടതുണ്ട്. പിന്നെ എന്താണ് നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് നല്ല തന്ത്രപരമായിട്ടുള്ള കുറെ പ്ലാനുകളൊക്കെ തയ്യാറാക്കേണ്ടതൊക്കെ ഉണ്ട് അല്ലെ. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും ഇതിനും അതിൻ്റെതായ ഉപയോഗവശങ്ങളുണ്ട് അല്ലെ. പെട്ടെന്ന് തന്നെ മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടാനായിട്ട് അത് എവിടെ നിന്നാണെങ്കിലും നമുക്ക് അതില് അവിടെ ലിങ്ക് അയച്ചിട്ട് എല്ലാവർക്കും തന്നെ അതിലേക്ക് ഇൻവോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. എന്തെങ്കിലും അല്ലെ നമുക്കറിയാം വീഡിയോസും ഓഡിയോ ക്ലിപ്പൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന സൗകര്യം ഉള്ളത് കൊണ്ട് തന്നെ എല്ലാം ഷെയർ ചെയ്ത് അല്ലെ മറ്റുള്ളവരിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാനായിട്ട് സാധിക്കും. It assists in visualizing data, presenting reports, and communicating organizational goals and policies in an effective manner. അപ്പൊ എന്താണ് ഇതിന്റെ ഈ പവർ പോയിന്റിന്റെ ആ ഒരു സഹായത്തോട് കൂടിയിട്ട് ആ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോട് കൂടിയിട്ട് നല്ല കാര്യക്ഷമമായിട്ട് അല്ലെ നല്ല ഫലപ്രാപ്തിയോട് കൂടിയിട്ടുള്ള രീതിയിൽ നയങ്ങളെല്ലാം അത് ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ ഇന്നതാണ്. ഇത്തരത്തിലുള്ള നയങ്ങളാണ് മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലൊക്കെ എടുത്തിരിക്കുന്നത്. അതിന്റെ ഇപ്പോഴത്തെ നമ്മുടെ നിലവിലെ റിപ്പോർട്ടുകൾ ഇതാണ്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന നിയമങ്ങളൊക്കെ രൂപീകരിക്കുന്നത്. അതെല്ലാം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അല്ലെ അത് വിഷ്വലി ഒക്കെ ഓരോരോ ഡാറ്റകളൊക്കെ കൃത്യമായിട്ടൊക്കെ റിപ്പോർട്ട്സ് ഒക്കെ എല്ലാവരുടെയും മുമ്പിലൊക്കെ പ്രസന്റ് ചെയ്യാനൊക്കെ ആയിട്ടും അപ്പൊ നല്ല രീതിയിൽ ഫലപ്രാപ്തമായ രീതിയിൽ തീരുമാനങ്ങൾ നയങ്ങളൊക്കെ രൂപീകരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത് മാനേജിങ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രസന്റേഷൻ. ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ലേ? നമുക്ക് നോക്കാം. നെക്സ്റ്റ് വിഷ്വൽ എയ്ഡ്സ് ഫോർ കോൺഫറൻസസ് ആൻഡ് ഈവെന്റ്സ്. ഇനി നമുക്ക് നെക്സ്റ്റ് വീക്ക് അല്ലെ നമ്മൾ അത് പണ്ട് പ്രധാനമായിട്ട് പ്രസന്റേഷനിൽ വിഷ്വലൈസേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഓറലി ഉള്ള കാര്യങ്ങൾ ഇപ്പൊ ഞാൻ തന്നെ ക്ലാസ് എടുക്കുമ്പോൾ ജസ്റ്റ് ഓറലി മാത്രമേ ആവുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും അല്ലെ. ചിലപ്പോൾ പിക്ചേഴ്സ് ആക്കിയിട്ടൊക്കെ തരുമ്പോൾ പിക്ചറിലൊക്കെ ഒന്ന് ജസ്റ്റ് അട്രാക്ട് ചെയ്യാനായിട്ട് അല്ലെ നമുക്കൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഈ ഒരു ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ഹോസ്പിറ്റൽസ് ഓഫൺ ടേക്ക് പാർട്ട് ഇൻ കോൺഫറൻസസ്, ഹെൽത്ത് ഫെയർസ് ആൻഡ് കമ്മ്യൂണിറ്റി ഈവെന്റ്സ്. അപ്പൊ അത്തരത്തില് നമുക്കിപ്പോ എന്തെങ്കിലും സംഭവങ്ങൾ അല്ലെ പൊതു സമൂഹത്തിനൊക്കെ എന്തെങ്കിലും കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഹെൽത്ത് ഫെയർ സംഘടിപ്പിക്കാനൊക്കെ ആയിട്ട് സാധ്യതയുള്ള സാഹചര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇതിന്റെ ഒരു സഹായത്തോട് കൂടിയിട്ട് അതൊക്കെ പ്രസന്റ്ലി അവതരിപ്പിക്കാനൊക്കെ സാധിക്കും. ഞാൻ പവർ പോയിന്റ് to create visually captivating presentations to display their services, initiatives and achievements. നമുക്കറിയാം പബ്ലിക്കിന്റെ ഇടയിലേക്കൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ എത്തിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് പബ്ലിക്കിന് അവിടെയുള്ള ഹോസ്പിറ്റലിൽ ചിലപ്പോൾ പേഷ്യൻസ് വരുന്ന അവരുടെ ഉള്ളിലേക്കായിരിക്കും അല്ലെ. അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഹെൽത്ത് ഫെയർ ഒക്കെ സംഘടിപ്പിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം എന്താണ് ഇത് ഓറലി അല്ലെങ്കിൽ ജസ്റ്റ് കുറെ എന്താണ് ഓഡിയോ ക്ലിപ്സ് മാത്രമാകുമ്പോൾ എല്ലാവർക്കും കേൾക്കാനായിട്ട് താല്പര്യം ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ വിഷ്വലി കുറച്ച് ഡാറ്റകളൊക്കെ വിഷ്വലി അവർക്ക് മനസ്സിലാക്കത്തക്ക വിധത്തിൽ ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് അവരുടെ സേവനങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ഇന്ന സേവനങ്ങളുണ്ട് ഇത്രയും ഇന്ന ഡോക്ടേഴ്സ് അല്ലെ അവരുടെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പബ്ലിസിറ്റി അതേമാതിരി തന്നെ ഇന്ന ഫെസിലിറ്റീസ് ഉണ്ട് ഇന്ന നൂതന മെഷീൻസ് ഒക്കെയാണ് ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത് അല്ലെ അവിടെ ഉപയോഗപ്രദമാക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പൊ ഹോസ്പിറ്റലിന്റെ അച്ചീവ്മെന്റ്സ് നേട്ടങ്ങൾ അല്ലെങ്കിൽ മുൻകൈയിരിക്കുന്ന ഡോക്ടേഴ്സിന്റെ കാര്യങ്ങൾ അങ്ങനെയുള്ള മറ്റ് സർവീസുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളെല്ലാം ജനങ്ങളിലേക്കാണെങ്കിലും എവിടേക്കാണെങ്കിലും എന്താണ് വിഷ്വലിന്റെ സഹായത്തോടെ ചിത്രീകരണത്തിന്റെ സഹായത്തോടു കൂടി തന്നെ പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്.
this presentation aid hospitals to attract the patients, build partnerships and promote their brand image. അപ്പൊ ഇതിന്റെയൊക്കെ നേട്ടങ്ങൾ എന്താണ്? ഇങ്ങനെയൊക്കെ പ്രസന്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാവോ? എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവോ? എന്തൊക്കെ നേട്ടങ്ങളായിരിക്കും ഉണ്ടാവുക? നിങ്ങൾ എന്തെങ്കിലും മെസ്സേജ് ഓക്കെ ഈസിലി അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, എന്താണ് അട്രാക്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ. ഈസിലി അട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് വരുന്ന ഹോസ്പിറ്റലിൽ ആവുമ്പോൾ അതിന് പ്രോഫിറ്റബിൾ ആക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആവശ്യമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് പേഷ്യൻസ് വരണം എന്നുള്ള കാര്യം അല്ലെ. പേഷ്യന്റിനെ അട്രാക്ട് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കും. then എന്താണ് വിത്ത് പാർട്ണർഷിപ്പ്, അതായത് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, എല്ലാവർക്കും തന്നെ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇന്ന സേവനങ്ങളൊക്കെ ഉണ്ട്, ഇന്ന ഡോക്ടേഴ്സ് ആണ്. അതേമാതിരി തന്നെ ബിൽഡ് പാർട്ണർഷിപ്പ്, അതായത് പബ്ലിക്കിന് മറ്റേ ആർക്കെങ്കിലൊക്കെ കുറച്ചും കൂടി അല്ലെ ഇൻവോൾവ് ആയിട്ട് ഈ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളിലേക്കൊക്കെ ആധികാരികമായിട്ട് കടന്നു ചെന്ന് എന്തെങ്കിലുമൊക്കെ അല്ലെ ഇത്തിരി ഷെയറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് നമുക്കറിയാം ഫിനാൻഷ്യലി സൗണ്ട് ഉള്ളവരായിരിക്കും. ആക്ച്വലി അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു പാർട്ണർഷിപ്പ് ഒക്കെ ആയിട്ട് കയറിപ്പറ്റാനൊക്കെ ആയിട്ടുള്ള അവസരങ്ങളുണ്ട്. ഇത് കാണുമ്പോഴാണ് അല്ലെ ഇത് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം ഒക്കെ മെച്ചപ്പെട്ടതാണ് എന്ന് അവർക്ക് ബോധ്യമാകുമ്പോഴാണ് അവർക്ക് അതിനുള്ള ചാൻസ് വരുന്നത് അല്ലെ. ആൻഡ് പ്രൊമോട്ട് ദെയർ ബ്രാൻഡ് ഇമേജ്, ഹോസ്പിറ്റലിന്റെ തന്നെ ആ ഇമേജ് അല്ലെ അവരുടെ ആ ഒരു പേര് അത് വളർത്തിക്കൊണ്ട് പോരാനായിട്ട് അത് വികസിപ്പിച്ചു അല്ലെ വളർത്തി തീർച്ചയായിട്ടും എല്ലായിടങ്ങളിലേക്കൊക്കെ വ്യാപിക്കാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് അത് ചെറിയ ചെറിയ പോയിന്റ്സ് ഒക്കെ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോകാട്ടോ. ദിസ് പ്രസന്റേഷൻ എയ്ഡ്സ് അതൊക്കെ എങ്ങനെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്താണ് പേഷ്യൻസിനെ അട്രാക്ട് ചെയ്യാൻ സാധിക്കും, ഇവരുടെ പാർട്ണർഷിപ്പ് ആൻഡ് പ്രൊമോട്ട് ദെയർ ബ്രാൻഡ് ഇമേജ്. നെക്സ്റ്റ് നോക്കാം. ഇൻ ഷോർട്ട്, മൈക്രോസോഫ്റ്റ് PowerPoint is a multifaceted tool used in hospitals for medical education, clinical presentations, patient education, administrative motives, quality improvement initiatives, research, dissemination, internal communications and external events externally happening. അതായത് ഇതിനെ സംബന്ധിച്ച് മൈക്രോസോഫ്റ്റ് PowerPoint എന്നുള്ള രീതിയിൽ നമുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് ജസ്റ്റ് ആ പോയിന്റ് അല്ലെ മാർക്ക് ചെയ്യുന്നതും കൊണ്ട് ഓരോ 1 by 1 ആയിട്ട് ഫോമിയിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള ഗുണങ്ങൾ ഈ ഒരു PowerPoint കൊണ്ട് ഹോസ്പിറ്റലിൽ കിട്ടുന്നു എന്നുള്ളത്. എന്തൊക്കെയാണ് പറയുന്നത്? മെഡിക്കൽ എഡ്യൂക്കേഷൻ, വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിഷ്വലി അല്ലെ അവർക്ക് അതിന്റെ ആ വിഷ്വലൈസേഷനോട് കൂടി മനസ്സിലാക്കാനൊക്കെ ആയിട്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് സാധിക്കും. തന്നെ ക്ലിനിക്കൽ പ്രസന്റേഷൻ, അവർക്ക് ചികിത്സാ സംബന്ധമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും എന്താണ് എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ള ബോധ്യം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. പേഷ്യന്റ് എഡ്യൂക്കേഷൻ, പേഷ്യൻസിനാണെങ്കിൽ അവർക്കും അല്ലെ ഇതിന്റെയൊക്കെ നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാട്ടോ പേജ് നമ്പറും ഇതൊക്കെ എന്താണെന്നുള്ളത്. ക്ലിനിക്കൽ പ്രസന്റേഷൻ എന്താണ് പറയുന്നത്? ക്ലിനിക്കൽ പ്രസന്റേഷൻ എന്താണ് നമ്മൾ കണ്ടു ചികിത്സാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. അതേമാതിരി തന്നെ പേഷ്യന്റിന്റെ എഡ്യൂക്കേഷൻ അല്ലെ പേഷ്യന്റിനെ സംബന്ധിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ എന്താണ് നമ്മൾ പറയുന്ന ചില സങ്കീർണമായിട്ടുള്ള ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് ഒക്കെ വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ അല്ലെ പെട്ടെന്ന് തന്നെ ഫിസിഷ്യന് ചിലപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെയാണ് ബുദ്ധിമുട്ടാവും. അപ്പൊ എന്തെങ്കിലും അല്ലെ ഇങ്ങനെ പിക്ചറിന്റെ ഒക്കെ സഹായത്തോടുകൂടിയൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് തന്നെ അവർക്ക് മനസ്സിലാക്കി എടുക്കാനൊക്കെ സാധിക്കും. അപ്പൊ അത്തരത്തില് പേഷ്യന്റ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് മോട്ടീവ്സ് നമ്മൾ കണ്ടു. അഡ്മിനിസ്ട്രേറ്റീവ് തലത്തില് മീറ്റിംഗും കാര്യങ്ങളും മോട്ടീവ്സ് അവരുടെയൊക്കെ എന്താണ് പരിഗണനകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ദെൻ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇനിഷ്യേറ്റീവ്സ്, അതായത് മുൻകൈ എടുക്കാൻ വേണ്ടിയിട്ട് എന്താണെങ്കിലും നമുക്ക് എല്ലാ കാര്യങ്ങളും വിഷ്വലി അല്ലെ നമ്മൾ അതില് പ്രധാനമായിട്ട് എടുത്ത് പറയുന്നതാണ് ഓഡിയോ ക്ലിപ്പും വീഡിയോസും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുന്നത് എല്ലാത്തിനും നമുക്ക് ഉപയോഗപ്രദമാണ്. മാനേജ്മെന്റിനെ സംബന്ധിച്ചാണെങ്കിലും എഡ്യൂക്കേഷൻ ആയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്കും പേഷ്യൻസിനും അതേപോലെയുള്ള അവിടെയുള്ള എല്ലാ സ്റ്റാഫുകൾക്കും അല്ലെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളതാണെങ്കിലും ഡോക്ടേഴ്സ് നഴ്സുമാർ എല്ലാവർക്കാണെങ്കിലും അതുകൊണ്ട് ഉപകാരപ്രദമുണ്ട്. റിസർച്ച് ഡിസിമിനേഷൻ നമ്മളതൊക്കെ കണ്ടായിരുന്നു. പോയിന്റ് ബേസിക് ആയിട്ടുള്ള പോയിന്റ്സിലൊക്കെ നമ്മൾ ഓരോന്നോരോന്നും വിവരിച്ചതാണ് അല്ലെ. ഇന്റർണൽ കമ്മ്യൂണിക്കേഷൻസ് നമുക്കറിയാം എവിടെ ഇരുന്നാണെങ്കിലും കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് തന്നെ എല്ലാവർക്കും കമ്മ്യൂണിക്കേഷൻ ഒക്കെ ആശയവിനിമയം നടത്താൻ പറ്റും. ആൻഡ് എക്സ്റ്റേണൽ ഈവെന്റ്സ് എക്സ്റ്റേണലി ഹാപ്പനിങ് പുറത്ത് എന്താണ് നമുക്കറിയാം അപ്ഡേഷൻ ഒക്കെ എല്ലാ കാര്യത്തിലും വരുത്തി തീർക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ
അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അതിൻ്റെതായ ഇവന്റ്സുകളെല്ലാം തന്നെ അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. Then വീണ്ടും പറയുന്നത് it's a visual appeal, multimedia capabilities, and case of a use make it an essential software for effectively convenient healthcare information within hospitals and beyond. അതായത് നമ്മുടെ വിഷ്വലി അപ്പീൽ ചെയ്യുക അല്ലെ, വിഷ്വലൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയതാണ്. കാരണം നമുക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനായിട്ട് സാധിക്കും എല്ലാവർക്കാണെങ്കിലും. അത് തീരുമാനങ്ങളെ സംബന്ധിച്ചാണെങ്കിലും മീറ്റിങ്ങിനെ സംബന്ധിച്ചാണെങ്കിലും നടപടികളെ സംബന്ധിച്ചാണെങ്കിലും ട്രീറ്റ്മെന്റിനെ സംബന്ധിച്ചാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നമുക്ക് ഒരു വിഷ്വൽ അപ്പീൽ ഉണ്ട് എന്ന് തീർച്ചയായിട്ടും അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. മൾട്ടിമീഡിയ കേപ്പബിലിറ്റീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ പെടും? ഞാൻ എപ്പോഴും പറയുന്നതാണ് ഈ സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകത. മൾട്ടിമീഡിയ കേപ്പബിലിറ്റീസ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ പെടാം? വീഡിയോ ക്ലിപ്സ്, ഓഡിയോ ക്ലിപ്സ് അല്ലെ, വിഷ്വൽ സംഭവങ്ങൾ എല്ലാം തന്നെ അല്ലെ, മൾട്ടിമീഡിയ അതിൻ്റെതായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഇതിൽ ഉപയോഗപ്രദമാക്കാനായിട്ട് അല്ലെങ്കിൽ മറ്റു മീഡിയകളിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ കൂടി കൂട്ടിച്ചേർക്കാനൊക്കെ ആയിട്ട് സാധിക്കുമെന്നുള്ളത്. അപ്പൊ ഇത് പ്രധാനമായിട്ടും എന്താണ് എസെൻഷ്യൽ സോഫ്റ്റ്വെയർ എഫക്റ്റീവ്ലി കൺവീനിയന്റ് ഹെൽത്ത് കെയറിനെ സംബന്ധിച്ച് ഒരു നല്ലൊരു പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ ആണ്, ഉപയോഗപ്രദമാക്കി കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്ന ഇണങ്ങുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. എന്തെന്ന് പറയുന്നു? നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? ഏത് സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടാ? ഏത് സോഫ്റ്റ്വെയർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. ഓക്കെ, അപ്പൊ എല്ലാവരും കുറെ പേര് ടൈപ്പ് ചെയ്യാനുള്ള ഗ്യാപ്പ് മാത്രമേ ഉണ്ടായുള്ളൂ. എല്ലാവർക്കും എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു സോഫ്റ്റ്വെയറിന്റെ ഗുണവശങ്ങളും അല്ലെ അതിന്റെ ഉപയോഗം, ഹോസ്പിറ്റലിലുള്ള ഉപയോഗം എന്താണെന്നത് ജസ്റ്റ് കാണും. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്തായാലും വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവാം. ആക്ടിവേറ്റിംഗ് ആക്ടിവേറ്റിംഗ് എന്ന് വെച്ചാൽ ക്രിയേഷൻ ഒക്കെ, അതിന്റെ ആ ഒരു ക്രിയേഷൻ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അക്രമാസക്തമായിട്ടുള്ള അതാണ് ശരിക്കും അതിന്റെ ഒരു ജസ്റ്റ് നോക്കുക. വിഷ്വൽ അല്ലെ, അതിന്റെ ഫീലിംഗിലാണ് നമ്മളത് കാപ്റ്റിവേറ്റിംഗ് പ്രസന്റേഷൻസ്. അതായത് വിഷ്വലി കാപ്റ്റിവേറ്റിംഗ് പ്രസന്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വിഷ്വലി നമുക്ക് പ്രസന്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ കാപ്റ്റിവേറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും അക്രമാസക്ത അല്ലെ ആശയങ്ങളൊക്കെ ഉണ്ട്, ഏതെങ്കിലും ആകർഷകമായിട്ടുള്ള രീതിയിൽ ചിലപ്പോ വേണമെങ്കിൽ ചില മോഡലുകളല്ലേ, ചില രീതികളൊക്കെ എന്നൊക്കെ പറയുന്നത് എന്താ പറയുന്നത്, അത് മറ്റുള്ളവരിലേക്ക് കാണിക്കണമെങ്കിൽ എന്താണ് അട്രാക്ട് ചെയ്യണം അല്ലെ. അപ്പൊ വിഷ്വൽ കാപ്റ്റിവേറ്റിംഗ് പ്രസന്റേഷൻ എന്ന് പറയുന്നത് വിഷ്വലി നമുക്ക് കാണിച്ചു തരണം, അപ്പം തന്നെ എന്താണ് അട്രാക്ട് ചെയ്യുന്ന തരത്തില് പ്രസന്റ് ചെയ്യും, ആകർഷകമായ രീതിയിൽ. ചിലപ്പോ വേണമെങ്കിൽ ചില സംഭവങ്ങളൊക്കെ അല്ലെ, അത് കോൺഫറൻസിലും കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ എല്ലാവർക്കും അത് കേൾക്കാൻ ഉൾക്കൊള്ളാനൊക്കെ ആയിട്ട് എന്താ പറയുന്ന നമുക്കത് പറ്റിയ സാഹചര്യം ഒന്നും ആയിരിക്കണമെന്നില്ല. പക്ഷെ ഇത് എല്ലാവരെയും അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് അത് വിഷ്വലൈസ് ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അത് റെസ്പോണ്ട് ചെയ്യാനൊക്കെ ആയിട്ട് എല്ലാവരും സന്നദ്ധരാണ്. ഇനി എന്തെങ്കിലും നിങ്ങൾ ജസ്റ്റ് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പ്രോസസ്സിംഗ് ആണെങ്കിലും ഇതിന്റെയൊക്കെ അല്ലെ നമ്മൾ പഠിച്ച പവർ പോയിന്റ് ആണെങ്കിലും അതിന്റെയൊക്കെ ഫീച്ചേഴ്സ് എന്നുള്ള ഒരു മീനിങ്ങിലാണ് ഇതൊക്കെ ഇതൊക്കെ കൊടുത്തിരിക്കുന്നത്. ചിലപ്പോഴെങ്കിലും ഫീച്ചേഴ്സ് ഒക്കെയാണ് ചിലപ്പോ ചോദിച്ച് കാണാറുള്ളത്. അതായത് ചില ഫീച്ചേഴ്സ് നമുക്ക് യൂസബിൾ ആണ് അല്ലെ. അത് പ്രധാനമായിട്ടും ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ ആവുമ്പോൾ നമുക്ക് പ്രസന്റേഷന്റെ കാര്യത്തിലാണ് നമ്മൾ പവർ പോയിന്റെങ്കിൽ പ്രോസസ്സിംഗ് എന്നുള്ളത് അതിന്റെ ആ ഒരു ഇത് അല്ലെ, എന്തെങ്കിലുമൊക്കെ ഡാറ്റാസ് ഡോക്യുമെന്റ്സിന്റെ കാര്യത്തിലാണ്. അപ്പൊ ഡോക്യുമെന്റ്സിന്റെ ഫീച്ചേഴ്സ് നമുക്കറിയാം,
കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം, കുറച്ചൊക്കെ അല്ലെ മെർജ് ചെയ്ത് മാറ്റേണ്ടതുണ്ടാവും, കൂട്ടിച്ചേർക്കേണ്ടതുണ്ടാവും, കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ടാവും. അപ്പൊ അതിൻ്റെതായ ഫീച്ചേഴ്സ് അതിലുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ സോഫ്റ്റ്വെയർ പവർ പോയിന്റ് പ്രസന്റേഷൻ ആവുമ്പോൾ നമുക്കത് കൂട്ടിച്ചേർക്കാനായിട്ട് അതിൻ്റെതായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട് അല്ലെ. സ്ലൈഡ് ക്രിയേഷൻ, സ്ലൈഡ് ഫോർമാറ്റിംഗ്, സ്ലൈഡ് ലേഔട്ട്സ് ഒക്കെ. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, എന്തൊക്കെ ഫീച്ചേഴ്സ് ആണോ ഓരോന്നിനും ഉള്ളത്. അത് ഹോസ്പിറ്റലിലാവുമ്പോൾ നമുക്ക് അതിന്റെ ഉപയോഗം എന്താണെന്നുള്ളത് മൈൻഡിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻസ് അധികം ജസ്റ്റ് ഫീച്ചേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് കണ്ടുവരാറ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം മൈക്രോസോഫ്റ്റ് എക്സൽ. അപ്പൊ മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് കണ്ടു, ഒന്ന് രണ്ടെണ്ണത്തിന്റെ കണ്ടു. ഇനി എക്സൽ എന്ന് പറയുമ്പോൾ അതിൽ എന്താണ് പ്രാധാന്യമായിട്ട് കൊടുക്കുന്നതെന്ന് അറിയാമോ? എക്സലിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ഞാൻ ആദ്യ ക്ലാസ്സിലൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. എക്സൽ എന്ന സോഫ്റ്റ്വെയറിന് ഇതേമാതിരി തന്നെ വിഷ്വലി നമുക്ക് കാണാൻ സാധിക്കും. സ്പ്രെഡ്ഷീറ്റുകളുണ്ട്. ഓക്കെ, ഗുഡ്. കാൽക്കുലേഷൻസ്, അതായത് കാൽക്കുലേഷൻ കാര്യങ്ങൾക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എക്സൽ. മാത്തമാറ്റിക്കലി കാൽക്കുലേഷൻ നമുക്കറിയാം, അവിടെയുള്ള വർക്കേഴ്സിന് സാലറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവും, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫോർമുല ഒക്കെ അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അപ്ഡേഷൻ അല്ലെ, നമുക്കതറിയാം, എന്തെങ്കിലുമൊക്കെ ഫോർമുല ഒക്കെ ബേസിക്കലി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ഫോർമുല വന്നുകൊണ്ട് അതിൻ്റെതായ രീതി അപ്ലൈ ചെയ്ത് കാര്യങ്ങളൊക്കെ അല്ലെ, മെഷർമെന്റ് ഒക്കെ കൃത്യമായിട്ട് കാണിച്ചു തരും. അപ്പൊ അതും നമുക്കറിയാം, ഇപ്പൊ വിഷ്വലി നമുക്ക് ഗ്രാഫിക് മോഡലിലൊക്കെ നമുക്ക് കാണിച്ചു തരേണ്ടതുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയറിൽ നമുക്കത് കാണിച്ചു തരാനായിട്ട്. അപ്പൊ എത്രത്തോളം മെഷർമെന്റ് കാൽക്കുലേഷൻസ് ഒക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സോഫ്റ്റ്വെയർ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. മൈക്രോസോഫ്റ്റ് എക്സൽ ഈസ് എ സ്ട്രോങ് സ്പ്രെഡ്ഷീറ്റ്, അതായത് ഈ സ്പ്രെഡ്ഷീറ്റ് വഴിയാണ് ഓരോന്നും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. മൈക്രോസോഫ്റ്റ് എക്സൽ ഈസ് എ സ്ട്രോങ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്ഡമായി. എന്താണ്, ആരാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്? ആരാണ്? ഇത് മറന്നു പോകരുത്, ഒക്കെ അറിയാവുന്നതാണ്. ആരാത് എക്സൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? മൈക്രോസോഫ്റ്റ് ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്ത 3 കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഏതൊക്കെയാണ്? വേഗം ഒന്ന് മെസ്സേജ് അയച്ചേ. മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്ത 3 എണ്ണം. ഒന്ന് പവർ പോയിന്റ്, മറ്റൊന്ന് പവർ പോയിന്റ് നമ്മളിപ്പോ പഠിച്ചു, വേർഡ് പ്രോസസ് അല്ലെ, MS വേർഡ്. മറ്റൊന്നാണ് എക്സൽ. അപ്പൊ 3-നും 3-ന്റേതായ പ്രത്യേകതകളുണ്ട്. ഇനി എക്സലിലേക്ക് നോക്കാം. എക്സൽ എന്ന് പറയുന്നത് ഓക്കെ, എല്ലാവരും ഓക്കെയാണ്. മൈക്രോസോഫ്റ്റ് എക്സൽ ഇസ് എ സ്ട്രോങ് സ്പ്രെഡ്ഷീറ്റ് ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. അപ്പൊ എല്ലാവരും ക്ലാസ്സിലുണ്ട്. എന്താ പറയുന്നത്? ഫോർ എഫക്റ്റീവ്ലി മൈക്രോസോഫ്റ്റ് ഇറ്റ് ഈസ് വാസ്റ്റ്ലി യൂസ്ഡ് ഫോർ ഡാറ്റ മാനേജ്മെന്റ്, അനലൈസ് ആൻഡ് വിഷ്വലൈസേഷൻ. ഇതിലെ പ്രധാനമായിട്ടും അല്ലെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് മാനേജ്മെന്റിന് അതിൻ്റെതായ രീതിയിൽ വിശകലനം ചെയ്യാനും അതേമാതിരി തന്നെ വിഷ്വലൈസേഷൻ അല്ലെ നമുക്ക് പിക്ചർ രൂപേണയൊക്കെ അവതരിപ്പിച്ച് കിട്ടാനൊക്കെ ആയിട്ട് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം. ഷോർട്ട് നോട്ട്സ് ഓഫ് MS എക്സൽ. ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഷോർട്ട് നോട്ട്സ് താഴെ പറയുന്നത് നോക്കാം. എന്താണ് സ്പ്രെഡ്ഷീറ്റ്? അതാണ് പ്രധാനമായിട്ടും അല്ലെ അവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്പ്രെഡ്ഷീറ്റ് ക്രിയേഷൻ. എന്താണ് അതിൽ പ്രധാനമായിട്ടും പറയുന്നത്? എക്സൽ പ്രൊവൈഡ്സ് എ യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ഫോർ ജനറേറ്റിംഗ് ആൻഡ് ഓർഗനൈസിംഗ് ഡാറ്റ ഇൻ ടാബുലർ ഫോർമാറ്റ്. അതായത് നമ്മൾ എക്സലിലും കയറി നിന്ന് നോക്കല്ലേ, നമ്മൾ ആ പേജ് എടുത്ത് നോക്കിയാൽ അറിയാം, അവിടെ കൃത്യമായിട്ട് അല്ലെ ഓരോന്നിന്റെ നമ്മുടെ മൗസ് കൊടുത്ത് വെച്ചാൽ മതി, കൃത്യമായിട്ട് തന്നെ അവിടെ ക്ലിക്ക് ചെയ്ത് കാണിക്കും ഇത് എന്തിനുള്ളതാണ്, ഇത് അല്ലെ ഫയൽ എന്ത്, പുതിയ ഫയൽ എങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ആ ക്രിയേഷൻ ഇതെങ്ങനെയാണ് ഫോർമാറ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അല്ലെ നമ്മളിപ്പോ കൂട്ടാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഫോർമുലാസ് ഒക്കെ എങ്ങനെ കളക്ട് ചെയ്യാം എന്നൊക്കെ ഉള്ളത് ഫ്രണ്ട്ലി തന്നെ, അതായത് നമുക്ക് ബിഗിനേഴ്സിനാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് അത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. Users can form a worksheet, input data and customize the layout, formatting and formulas to meet their specific requirements. അപ്പൊ എന്താണ് ഏതൊരു ഉപയോക്താവിനും അല്ലെ ആർക്കാണ് ഉപയോഗിക്കേണ്ടത്, ആ ഉപഭോക്താക്കിന് ആൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ തന്നെ ഡാറ്റകളൊക്കെ വർക്ക്ഷീറ്റുകളുടെ അടുത്ത് കൈകാര്യം ചെയ്യാനും എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, ഇൻപുട്ടായിട്ട് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, അതൊക്കെ നമുക്ക് ഇൻപുട്ടായിട്ട്
എന്താണ് ഇതിന്റെ സഹായത്തിലൂടെ തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുള്ള മാറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർക്കാനുള്ള കാര്യങ്ങളുണ്ട്. then അതിന്റെ ആ ഒരു ഫോർമുലാസ് എന്തെങ്കിലും അപ്ലൈ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ഏത് ഫോർമുലയാണ് നമുക്കറിയാം. ഒരുപാട് ഫോർമുലാസ് ഒക്കെ പെട്ടെന്ന് സ്ക്രീനിൽ കാണിക്കും. അതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കളക്ട് ചെയ്ത് സേവ് ചെയ്തൊക്കെ കൊണ്ടുപോകാം. ഓട്ടോമാറ്റിക്കലി നമുക്ക് വേണ്ടതൊക്കെ ആണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ക്രിയേഷൻ ഒക്കെ കൊടുക്കും. അപ്പൊ ഇത് നമുക്ക് ഫ്രണ്ട്ലി തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുമെന്നുണ്ട്. ഇത് നെക്സ്റ്റ് ഫീച്ചർ ആയിട്ട് പറയുന്നത് ഡാറ്റ അനാലിസിസ് നോക്കാണല്ലോ. ഡാറ്റ അനാലിസിസിൽ എക്സൽ ഓഫേഴ്സ് എ wide scope of functions, formulas and data analysis tools that makes users able to carry out complex calculations, statistical analysis and mathematical operations on large data sets. വലിയ ഡാറ്റ സെറ്റുകളാണ് അല്ലെ. നമുക്കറിയാം വലിയ സ്ഥാപനമൊക്കെയാണ്, ഹോസ്പിറ്റലൊക്കെ വലിയ അല്ലെ. അപ്പൊ അവിടെ ഒരുപാട് വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ടൈമിങ്ങിൽ സാലറി ഒക്കെ കൊടുക്കേണ്ടതുണ്ട്. തന്നെ പേഷ്യൻസിന് ആണെങ്കിലും അവരുടേതായിട്ടുള്ള വരുമാന കാര്യങ്ങൾ മീൻസ് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ അത് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഇൻ കേസ് എക്സൽ ഷീറ്റ് വഴിയാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യണമെങ്കിൽ നമുക്കറിയാം ചിലപ്പോൾ ഇത്രയും ഡിഡക്ഷൻ ഒക്കെ ആവശ്യമുണ്ട് അല്ലെ. അങ്ങനെ എന്തെങ്കിലും ഡിഡക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, 10%, 20% ഡിഡക്ഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ എക്സലിന്റെ ഫീച്ചറിലാണ് ഇങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെയൊക്കെ നമുക്കറിയാം എത്രത്തോളം എമൗണ്ടിനാണ് ഡിഡക്ട് ചെയ്യേണ്ടത്. അതൊക്കെ അനുസരിച്ചിട്ട് തന്നെ സേവ് ചെയ്ത് ഓരോന്നിനും അപ്പം ഡിഡക്ട് ചെയ്യേണ്ട എമൗണ്ട് അല്ലെങ്കിൽ സാലറി കാൽക്കുലേറ്റ് ചെയ്യേണ്ട രീതി, അപ്പൊ അതിനുള്ള ഫോർമുലാസ് അല്ലെങ്കിൽ നമുക്ക് സോർട്ട് ചെയ്തിട്ടൊക്കെ അത് വേറൊരു ഫീച്ചറിൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സെന്റൻസിലേക്ക് നോക്കാം. അതേമാതിരി സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്, എന്തെങ്കിലും സ്ഥിതിവിവര കണക്ക് ഈ പറഞ്ഞ ഡാറ്റയിൽ നിന്ന് എടുക്കണം. കേസ് നമുക്ക് എന്ന ഇയറിലെ കുറച്ച് ആവശ്യമുള്ള വിവരങ്ങളാണ് എടുക്കേണ്ടത്. അപ്പൊ അത്രയും ഭാഗം മാത്രം നമുക്ക് അല്ലെ ക്ലിയർ ചെയ്യാനായിട്ട് അത്രയും ഭാഗം ആവശ്യമുള്ളെങ്കിൽ അത് മാത്രം നമുക്ക് എന്താണ് സെർച്ച് ചെയ്ത് നമുക്ക് എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. പിന്നെ വീണ്ടും പറയുന്നത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഓൺ ലാർജ് ഡാറ്റ, ഒരുപാട് വലിയ ഡാറ്റകളുടെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ കൃത്യതയോടുകൂടി കൈകാര്യം ചെയ്യാൻ സാധിക്കും. then എന്താണ് it simplifies task like sorting, filtering and summarizing data. ഞാൻ ജസ്റ്റ് പറഞ്ഞു വന്നത് അതായത് എന്തെങ്കിലും അല്ലെ നമുക്ക് പേഷ്യൻസിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫിന്റെ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ സോർട്ട് ചെയ്തെടുക്കണം അല്ലെ. ചിലപ്പോ ഇന്ന ഇയറിൽ ഉള്ള സ്റ്റാഫുകളുടെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അത് മാത്രമായിട്ട് സോർട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ പേഷ്യൻസിന്റേതായ ഇന്ന ഇയറിലെ പേഷ്യൻസിന്റെ കുറച്ച് ഡാറ്റാസ് ആണ്. അപ്പൊ അതെല്ലാം നമുക്ക് വേർതിരിച്ചെടുക്കാനായിട്ട് അതേമാതിരി തന്നെ ചിലതൊക്കെ ഫിൽറ്റർ ചെയ്ത് അല്ലെ, ചിലതൊക്കെ ആവശ്യമുള്ളതൊക്കെ നിലനിർത്തിയിട്ട് ബാക്കിയൊക്കെ കളയണമെന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഫിൽട്രേഷൻ കാര്യങ്ങളൊക്കെ നടത്താൻ സാധിക്കും. സമ്മറൈസിങ് ഡാറ്റ നമുക്ക് അവസാനം ചിലപ്പോ ആണെങ്കിൽ അതിന്റെ കൺക്ലൂഷൻ ഒക്കെ വരുത്താൻ വേണ്ടിയിട്ട് എല്ലാം അല്ലെ കുറച്ച് സോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്ത് അതിന്റെയൊക്കെ അവസാനം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നിച്ച് അല്ലെ കുറച്ചായിട്ട് തന്നെ കൺക്ലൂഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഏത് സോഫ്റ്റ്വെയർ തരുന്നുണ്ട്, എക്സൽ സോഫ്റ്റ്വെയർ തരുന്നുണ്ട് എന്ന്. മേക്കിംഗ് ഇറ്റ് നെസസറി ടൂൾ ഫോർ ഡാറ്റ ഡ്രിവൻ ഡിസിഷൻ മേക്കിംഗ്. ഈ ടൂളും കൊണ്ട് നമുക്കറിയാം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്, എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അല്ലെ. നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സാലറി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പേഷ്യൻസിൽ നിന്ന് എമൗണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിനായിരിക്കും അല്ലെ. അപ്പൊ അത് ഏത് കാര്യമാണെങ്കിലും അതിൻ്റെതായ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അത് ആ പ്രവർത്തനങ്ങൾ അത് നല്ല ആവശ്യമായിട്ടുള്ള രീതിയിൽ ആ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, രണ്ട് കാര്യം നമ്മൾ പറഞ്ഞു, സ്പ്രെഡ്ഷീറ്റ് ക്രിയേഷൻ പറഞ്ഞു, ഡാറ്റ അനാലിസിസ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ,
അപ്പൊ നമുക്ക് നെക്സ്റ്റിലേക്ക് നോക്കാം. ഡാറ്റ വിഷ്വലൈസേഷൻ. ഇവിടെ ആ ഒരു ഹെഡിങ് കേട്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്തെങ്കിലും വിഷ്വലി അല്ലെ നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് ഇതുകൊണ്ട് സാധിക്കുമെന്ന്. എക്സൽ പ്രൊവൈഡ്സ് സ്ട്രോങ് ചാർട്ടിംഗ് ടൂൾസ് that permits the users to put forward data visually through different types of charts. നമ്മൾക്ക് ഇപ്പോ അല്ലെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പബ്ലിക്കിന്റെ മുമ്പിൽ എന്തെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പേഷ്യൻസിനെ എന്തെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടോ എന്താണെങ്കിലും ടീച്ചിങ് സെക്ഷനിലോ അല്ലെ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ ലെവലിലുള്ള പേഴ്സൺസിനാണെങ്കിലും എല്ലാം തന്നെ എന്താണ് അത് ഡിഫറെന്റ് ചാർട്ടുകളുടെ രൂപേണ എന്തെങ്കിലും അല്ലെ മെഷർമെന്റും കാര്യങ്ങളൊക്കെ അവർക്ക് അല്ലെങ്കിൽ എത്രത്തോളം വ്യക്തികളുടെ അളവ് അല്ലെ എന്തെങ്കിലും അത് ചാർട്ട് രൂപേണ അല്ലെങ്കിൽ ഗ്രാഫിന്റെ രൂപേണ അല്ലെങ്കിൽ പിവോട്ട് ടേബിൾസ് അല്ലെ പ്രധാനപ്പെട്ട സുപ്രധാന ടേബിളുകൾ കാണിക്കാനൊക്കെ. അപ്പൊ ആ എക്സലിൽ നമുക്കറിയാം കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനുകളുണ്ട്. ഇത്രയും ടേബിളൊക്കെ രൂപീകരിക്കാൻ സാധിക്കും, അതിന് കളർ കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അത് വിശാലമായിട്ട് അല്ലെ പെർസെന്റേജ് ലെവലിലൊക്കെ ആണെങ്കിൽ അതിന് വ്യത്യസ്ത കളറുകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ എന്താണ് ഇങ്ങനെ വിഷ്വലി ഇങ്ങനെ ഗ്രാഫിക് ഡിസൈനിലൊക്കെ മോഡലിലൊക്കെ തരുമ്പോൾ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നേരത്തെ നിങ്ങൾ പറഞ്ഞതാണ്, ഞാനൊരു പോയിന്റ് ചോദിച്ചപ്പോൾ അതിനൊരു പ്രത്യേകത പറഞ്ഞായിരുന്നു. ഇങ്ങനെ വിഷ്വലി നമുക്ക് ഇങ്ങനെ ഗ്രാഫ് അല്ലെങ്കിൽ ടേബിളിന്റെ രൂപേണ അല്ലെങ്കിൽ ചാർട്ടിന്റെ രൂപേണയൊക്കെ പ്രസന്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? എല്ലാവരെയും എന്ത് ചെയ്യാൻ സാധിക്കും? ആരൊക്കെയോ ഒരു ഡൗട്ട് എന്നോട് ചോദിച്ചു. ഓക്കെ, വിഷ്വലി കാണിക്കുമ്പോൾ എല്ലാവരും അട്രാക്ട് ചെയ്യാൻ സാധിക്കും അല്ലെ. It makes it easier to explain and communicate complex data patterns, trends and relationship. എല്ലാവരും അട്രാക്ട് ചെയ്യാനും എല്ലാവർക്കും അപ്പൊ പെട്ടെന്ന് ഇപ്പൊ വിഷ്വലി ആയതുകൊണ്ട് തന്നെ ഈസിയർ ടു എക്സ്പ്ലെയിൻ അല്ലെ, പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തന്നെ അത് മനസ്സിലാക്കാനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വിവരിച്ചു കൊടുക്കാൻ സാധിക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് കോംപ്ലക്സ് ഡാറ്റ അല്ലെ, സങ്കീർണമായിട്ടുള്ള എന്തെങ്കിലും ഡാറ്റ കാര്യങ്ങളാണെങ്കിൽ അത് നല്ല രീതിയിൽ ആശയവിനിമയം നടത്തി മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ട്രെൻഡ്സ് ആൻഡ് റിലേഷൻഷിപ്പ്, അതായത് ഇതിന്റെയൊക്കെ ഓരോ ബന്ധങ്ങൾ അല്ലെ, ഈ ഒരു മെഷർമെന്റ് ഇങ്ങനെ വരാൻ സാധ്യത എന്തുകൊണ്ടാണ് ഈ അളവിലേക്ക് പൊരുത്തപ്പെട്ട് വരേണ്ടതായിട്ട് വന്നത്, അതിന്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നുണ്ട്. ഡാറ്റ വിഷ്വലൈസേഷൻ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഡാറ്റ മാനേജ്മെന്റ്. എന്താണ് ഡാറ്റ മാനേജ്മെന്റിൽ പറയുന്നത്? Excel lets users efficiently manage and manipulate large volume of data. അതായത് ഒരുപാട് അല്ലെ ഡാറ്റകൾ, ഒരുപാട് നമുക്ക് ഡാറ്റകൾ ഉണ്ടായെങ്കിൽ അല്ലെ അതിന് കൃത്യമായിട്ടുള്ള ഒരു അല്ലെ എന്തെങ്കിലുമൊക്കെ എററൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. കൃത്രിമം കാണിക്കാനൊക്കെ ആയിട്ട് ഡാറ്റകളിൽ എന്തെങ്കിലുമൊക്കെ അല്ലെ കൃത്രിമത്വം കാണിക്കാനൊക്കെ വരാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതിനെയൊക്കെ നല്ല രീതിയിൽ എഫക്റ്റീവ്ലി മാനേജ് ചെയ്യാനായിട്ട് ഒരുപാട് ഡാറ്റാസ് ഉണ്ടാവും. നമുക്കറിയാം വലിയ വലിയ ഹോസ്പിറ്റലാകുമ്പോൾ എല്ലാ ഡാറ്റകളും ബൾക്കായിരിക്കും അല്ലെ, അതിൽ എവിടെയെങ്കിലൊക്കെ എററുകൾ വന്നുകൂടാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ എക്സൽ ഷീറ്റിലൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഓരോ ഭാഗങ്ങളൊക്കെ സോർട്ട് ചെയ്ത് അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ചെക്കിങ് കാര്യങ്ങളൊക്കെ നടത്തിയൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ അത് എഫക്റ്റീവ്ലി അങ്ങനെ പോകാനായിട്ട് എഫക്റ്റീവ്ലി മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. Then it offers the features such as sorting, filtering data, validation, data consolidation, and data import or export, making users able to organize and utilize data effectively. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത അനുസരിച്ചിട്ട് എല്ലാ ഡാറ്റകളും നമുക്കറിയാം, അതിന്റെ ചില ഡാറ്റകളൊക്കെ സോർട്ട് ചെയ്ത് അല്ലെ ഓരോന്ന് തിട്ടപ്പെടുത്തി ഓരോന്നിൻ്റെതായ വശങ്ങളിലേക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിലേക്കൊക്കെ കൈകാര്യം ചെയ്യേണ്ടതുണ്ടാവും. അതേമാതിരി തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഫിൽട്ടർ ചെയ്ത് അല്ലെ അരിച്ച് പാകപ്പെടുത്തുക എന്ന് പറയുന്നത് എന്താണ്? അതിനെ നിലനിർത്തിയിട്ട് വേണ്ടാത്തതിനൊക്കെ പുറന്തള്ളേണ്ടതുണ്ടാവും. കുറെ ഡാറ്റാസുകളൊക്കെ ബൾക്കായിട്ട് കൊണ്ടുകൊണ്ട് ആവശ്യമുള്ള ഡാറ്റയൊക്കെ നിലനിർത്തേണ്ടതുണ്ട്. ഇതിന്റെയൊക്കെ വാലിഡേഷൻ അല്ലെ എല്ലാത്തിന്റെയൊക്കെ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ എല്ലാത്തിന്റെ നിലനിന്ന് പോകേണ്ട ആവശ്യമായിട്ടുള്ള പീരീഡിൽ നിന്നുള്ള ഡാറ്റാസ് ഒക്കെ ചിലതൊക്കെ നിലനിർത്തേണ്ടതുണ്ടാവുള്ളൂ. ഡാറ്റ കൺസൾട്ടേഷൻ. എന്താണ് കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഏകോപിപ്പിക്കാൻ ഈ പല അവിടെ കിടക്കുന്ന ഡാറ്റാസിലൊക്കെ ചിലപ്പോൾ ചില കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഒന്നിച്ച് അല്ലെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകേണ്ടതുണ്ടാവും. പിന്നെ എന്താണ് ഡാറ്റ ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട്. ചിലപ്പോൾ എന്തെങ്കിലും എക്യുപ്മെന്റ് സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഇമ്പോർട്ട് ചെയ്ത ഡാറ്റ അതിൻ്റെതായ ഡാറ്റയും അതിന്റെ എമൗണ്ടും അല്ലെ പേയ്മെന്റും കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെതായ എന്തെങ്കിലും മാത്തമാറ്റിക്കലി ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻ അനുസരിച്ചിട്ട് ചില പെർസെന്റേജും കാര്യങ്ങളൊക്കെ അല്ലെ ചില ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൈകാര്യം ചെയ്യേണ്ടതുണ്ടാവും. അത് എക്സ്പോർട്ട് ആണെങ്കിൽ ചിലപ്പോൾ കയറ്റി അയക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെ എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ നമ്മൾ വീണ്ടും
അല്ലെങ്കിൽ ചിലപ്പോൾ ചില സേവനങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അതാണ് ഇമ്പോർട്ടന്റ് എക്സ്പോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇറക്കുമതി കയറ്റുമതി എന്നൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ട് വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഡീറ്റെയിൽസുകൾ അല്ലെങ്കിൽ മേക്കിംഗ് യൂസേഴ്സ് ഏബിൾ ടു ഓർഗനൈസ് ആൻഡ് യൂട്ടിലൈസ് ദ ഡാറ്റ എഫക്റ്റീവ്ലി. അവിടെ നമ്മുടെ യൂസറിന്റെ ഉപയോക്താവിന്റെ ആവശ്യം അനുസരിച്ചിട്ട് എല്ലാ ഡേറ്റേഴ്സും ആവശ്യമായിട്ടുള്ള ഡാറ്റകളും ഉപയോഗപ്രദമാക്കാനായിട്ട് അത് എങ്ങനെ ഉപയോഗപ്രദമാക്കാൻ പറ്റും എന്ന് പറയുന്നത് കാര്യക്ഷമമായിട്ട് ഇതിലുള്ള രീതിയിൽ തന്നെ ഉപയോഗപ്രദമാക്കാനായിട്ട് സാധിക്കുമെന്നുണ്ട്. ഇപ്പൊ മാനേജ്മെന്റ് ലെവലിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആവശ്യമുള്ളതിനെയൊക്കെ നിലനിർത്താനും ആവശ്യമില്ലാത്തതിനൊക്കെ തള്ളാനും അതിപ്പോ ഏത് ഡാറ്റാസാണ് മാനേജ്മെന്റ് തലത്തിൽ നമുക്കറിയാം ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഓവറോൾ ഒരു ഇതുണ്ടാവും, നോട്ടം ഉണ്ടാവും. അപ്പൊ ചില കാര്യങ്ങളൊക്കെ അവർക്ക് അറിയേണ്ടതുണ്ടാവും, ചില കാര്യങ്ങളൊന്നും വേണ്ടാന്ന് വെക്കേണ്ടതുണ്ടാവും. അപ്പൊ ഇതിന്റെയൊക്കെ ഏകോപനത്തോട് കൂടിയിട്ട് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ടാവും. ചില ഭാഗങ്ങളൊക്കെ ചിലപ്പോ റീഇന്നോവേറ്റ് ഒക്കെ ആയിട്ട് ചെയ്യേണ്ടതൊക്കെ ഉണ്ടാവും. അപ്പൊ അതിൻ്റെതായ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ അതിൻ്റെതായ കുറച്ച് ഡാറ്റാസ് ഒക്കെ സെർച്ച് ചെയ്ത് കണ്ടെത്തി അതിൽ നിന്നൊക്കെ ഫിൽട്ടറൊക്കെ ചെയ്തിട്ട് കുറെ എവിഡൻസുകളും കാര്യങ്ങളൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പൊ അതിനെല്ലാം ഫലപ്രാപ്തിയോട് കൂടിയിട്ട് ഉപയോഗിക്കാനായിട്ട് ഈ ഒരു എക്സൽ എന്ന ഒരു ഷീറ്റ് കൊണ്ട് എക്സൽ എന്ന സോഫ്റ്റ്വെയർ കൊണ്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, നോക്കാം. ഫിനാൻഷ്യൽ അനാലിസിസ് ആണ് ലാസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത്. അയക്കുമ്പോ നിങ്ങൾ ജസ്റ്റ് ഇതിന്റെ ഒരു ഫോമാറ്റ് തരുന്നുണ്ട്, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, എക്സൽ ഷീറ്റ് ഒക്കെ ഉപയോഗിക്കുന്നതാണ് എല്ലാവരും തന്നെ. ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഓരോ കോളങ്ങളും അല്ലെ, ഇതിന്റെ റോയും സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്ത് കാര്യമാണെങ്കിലും നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഏറ്റവും അവസാനം വരെയുള്ള ഫിഗേഴ്സ് എത്തേണ്ട വരെ കാൽക്കുലേഷൻസ് ഒക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓരോ റോളോ അല്ലെ ഓരോ റോയിലേക്കൊക്കെ തിരിച്ച് ചെയ്ത് അതിൻ്റെതായ റിസൾട്ടുകളൊക്കെ നേടി പോകാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ എന്തിനാണെങ്കിലും ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ എക്സൽ ഷീറ്റ് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അതിനും അതിൻ്റെതായ അല്ലെ കുറെ ഉപയോഗങ്ങളൊക്കെ ഉപയോഗപ്രദം. ചിലതൊക്കെ നമുക്കറിയാം ഹെഡിങ്ങും കാര്യങ്ങളൊക്കെ ബോൾഡായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്, ചിലതൊക്കെ അല്ലെ ഇച്ചിരി കൂടി സ്മോൾ സൈസുകളൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാം. കളറൊക്കെ അല്ലെ നമുക്ക് വിഷ്വലി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കളറൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ടുള്ള ഓപ്ഷനുകളൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണ് അവിടെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാനുള്ള ഓപ്ഷൻസുകളുണ്ട്. നമുക്ക് ഫിനാൻഷ്യൽ അനാലിസിസിൽ നോക്കാം. എക്സൽ ഈസ് extensively used in financial analysis and modeling. Then it offers specialized functions for financial calculations like NPV, IRR and financial forecasting. അതായത് നമുക്ക് അല്ലെ വ്യാപകമായിട്ട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. ഞാൻ മാത്രം പറഞ്ഞു പോയാൽ ഭയങ്കര ബോറിംഗ് ആയിട്ട് വരും. ഒന്നുകൂടി ഒന്ന് ഉള്ളിലെ അല്ലെ ഒന്നുകൂടി ഒന്ന് ഓപ്പറേറ്റ് ചെയ്യുക. ഏത് കാര്യമാണ് നമ്മൾ പറയുന്നത്? എക്സൽ. ഓക്കെ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് അല്ലെ നമ്മുടെ എക്സൽ സോഫ്റ്റ്വെയർ. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്? അത് വ്യാപകമായിട്ട് ഫിനാൻഷ്യൽ അനാലിസിസ് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഓഫേഴ്സ് സ്പെഷ്യലൈസ്ഡ് ഫങ്ഷൻസ്. അതിന് അതിൻ്റെതായ സ്പെഷ്യൽ ഫങ്ഷൻസുകളുണ്ട് അല്ലെ. ഫിനാൻഷ്യൽ കാൽക്കുലേഷൻസ് ലൈക്ക് NPV, IRR ആൻഡ് ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ്. അതായത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള രീതിയിലുള്ള അല്ലെ കാൽക്കുലേഷൻസ് നടത്താനായിട്ട് ഇതിനെ സഹായിക്കും അല്ലെ. അത് NPV എന്ന് പറയുന്നത് എന്താണ്? നെറ്റ് പ്രസന്റ് വാല്യൂ. നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറയുമ്പോൾ പണം അല്ലെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വരുന്നു, നമ്മൾ ചെലവഴിക്കുന്നു അല്ലെ. PV എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പേഷ്യൻസ് അവരെ പേയ്മെന്റ് അടയ്ക്കുന്നു. നമുക്കറിയാം ഹോസ്പിറ്റലിലെ ചെലവുകൾ വരുന്നുണ്ട്, അപ്പൊ അതിലേക്ക് ചെലവഴിക്കും അല്ലെ. അപ്പൊ അവിടെയുള്ള സ്റ്റാഫിനൊക്കെ ശമ്പളം കൊടുക്കണം, പേഷ്യൻസിന്റെ എക്യുപ്മെന്റ്സ് അല്ലെ അവിടെ ആവശ്യമുള്ള എക്യുപ്മെന്റ്സിനൊക്കെ അതിൻ്റെതായ പേയ്മെന്റ് ഒക്കെ കൊടുക്കണം. അപ്പൊ വരവിനനുസരിച്ചിട്ടുള്ള ഒഴുക്ക് അല്ലെ, അതാണ് നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത്. വരവിനനുസരിച്ചിട്ടുള്ള ആ ഒഴുക്ക് പോക്ക്, അതാണ് നെറ്റ് പ്രസന്റ് വാല്യൂ. എന്താണ് IRR? എന്താണ് ഇന്റേണൽ റേറ്റ് റിട്ടേൺ? എന്താണ് ഇന്റേണൽ റേറ്റ് റിട്ടേൺ എന്ന് പറയുന്നത്? അതായത് നമ്മൾ ഇപ്പൊ നിക്ഷേപിക്കുന്നുണ്ട് അല്ലെ, നമ്മൾ ഒരു ഫണ്ട് നിക്ഷേപിക്കുന്നുണ്ട്. ഹോസ്പിറ്റലൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു മൂലധനം നിക്ഷേപിച്ചിട്ടാണ് അവരെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും പണം മുടക്കാതെ ഒന്നും സ്ഥാപിക്കാൻ സാധിക്കില്ല അല്ലെ. അപ്പൊ പണം ഇറക്കി സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു റിട്ടേൺ വേണം അല്ലെ.
മുടക്കുന്നതനുസരിച്ചിട്ടുള്ള ഒരു വരുമാനം അല്ലെ, അതിന്റെ റിട്ടേൺ ഇൻട്രസ്റ്റ് അല്ലെ, ഇന്റേണൽ റേറ്റ് റിട്ടേൺ നമ്മൾ മുടക്കിയത് എത്രത്തോളമാണോ അതിനനുസരിച്ചിട്ടുള്ള റിട്ടേൺ കാര്യങ്ങൾ അതൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനൊക്കെയാണ്. നമുക്കറിയാം ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അപ്പൊ അത് ഫോർമുലാസ് ബേസ് ചെയ്തിട്ടൊക്കെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതെല്ലാം തന്നെ ഇൻ കേസ് നെറ്റ് പ്രസന്റ് വാല്യൂ ആണെങ്കിലും ഇന്റേണൽ റേറ്റ് റിട്ടേൺ ആണെങ്കിലും ഇതെല്ലാം എന്താണ് ഈ ഒരു എക്സലിന്റെ സഹായത്തോട് കൂടിയിട്ട് തന്നെ അപ്ഡേറ്റ് ആയിട്ട് മനസ്സിലാക്കി വിലയിരുത്തിയൊക്കെ പോകാനായിട്ട് സാധിക്കും. ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് നമുക്കറിയാം, നമ്മുടെ വരുമാനം കൂടുതൽ ഉണ്ടായെങ്കിൽ ഹോസ്പിറ്റലുകാരെ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം മിക്കപ്പോഴും ചിലപ്പോൾ ആദ്യം ബുദ്ധിമുട്ടായിരിക്കും, മുടക്കിയ മുതലിന് അനുസരിച്ചിട്ടുള്ള റിട്ടേൺ കിട്ടിയെന്ന് വരില്ല. പിന്നെ ചിലപ്പോൾ ഇക്കലായിട്ടായിരിക്കും, അതായത് അല്ലെ നമ്മുടെ ബേസിക്കലി നമ്മൾ മുടക്കിയത് അനുസരിച്ചിട്ടായിരിക്കും ചിലപ്പോ അത് ഇച്ചിരി കൂടി കൂടിക്കും, ചിലപ്പോ ഡൗൺ ആയിട്ട് കൊഴിഞ്ഞു പോകും. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു വേരിയേഷൻ എന്തായാലും ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ വേരിയേഷൻ അനുസരിച്ചിട്ട് ചിലപ്പോ മുടക്കിയ മുതലിനേക്കാളും കൂടുതൽ വരുമാനം വരുമ്പോൾ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ ഒന്നുകൂടി പുതുക്കി പണിയണമെന്നോ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഡിപ്പാർട്ട്മെന്റ് കൂട്ടണമെന്നോ ഒക്കെ ആഗ്രഹിക്കും ഇല്ലേ, ഉണ്ടാവുകയും അങ്ങനെയൊക്കെ ചിന്തിച്ചൂടെ? ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന അവസരങ്ങളിൽ എന്താണ് അങ്ങനെ ഒരു പ്ലാനിങ്ങുകളൊക്കെ നടക്കാൻ പറ്റും അല്ലെ. ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ്, അങ്ങനെ ഒരു സാമ്പത്തിക പ്ലാനിങ്ങിനെ കുറിച്ചിട്ടൊക്കെ അവലോകനം ചെയ്യാനും അതേമാതിരി തന്നെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കാനൊക്കെ അതുമായി ബന്ധപ്പെട്ട ഡിസിഷൻസ് ഒക്കെ എടുക്കാനൊക്കെ ആയിട്ട് സഹായിക്കുമെന്നുള്ളത്. നെക്സ്റ്റ് ലാസ്റ്റ് പാരഗ്രാഫ് നോക്കാം. ഇൻ ഷോർട്ട്, മൈക്രോസോഫ്റ്റ് എക്സൽ ഈസ് multifaceted and widely used spreadsheet software that facilitates data management, analysis and visualization. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതിന് അല്ലെ, അതിൻ്റെതായ കുറെ സൗകര്യങ്ങളുണ്ട്. അത് മാനേജ്മെന്റിന് അതിൻ്റെതായ അല്ലെ വിഷ്വലി കാണിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ വിലയിരുത്താനൊക്കെ ആയിട്ടുള്ള പലതരത്തിലുള്ള ഫീച്ചേഴ്സ് ഈ ഒരു എക്സലിലുണ്ട്. There is a wide feature, formulas and functions make it an inevitable tool for business, finance professionals, analysts, researchers and individuals who work with that. നമുക്ക് മനസ്സിലാവും എന്താണ് ഈ ഒരു എക്സലിന് അതിൻ്റെതായ കുറെ പ്രത്യേകതകളുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ എന്താണ് സാധാരണയായിട്ട് ഇൻഡിവിജ്വൽസിനാണെങ്കിലും അല്ലെ, അതേമാതിരി തന്നെ ഗവേഷകർക്കാണെങ്കിലും അനലിസ്റ്റുകൾക്കാണെങ്കിലും അല്ലെങ്കിൽ ഫിനാൻഷ്യലി പ്രൊഫഷണലുകൾക്കാണെങ്കിലും എന്താണ് ഒരു ബിസിനസ് ഫേം നടത്തുന്നവർക്കാണെങ്കിലും ഇതൊരു അവിഭാജ്യം അല്ലെ, ഒരു അനിവാര്യമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് എന്തെന്ന് പറയുന്നത്. ഏത് സോഫ്റ്റ്വെയർ? എക്സൽ സോഫ്റ്റ്വെയർ അല്ലെ. കാരണം എന്തുകൊണ്ട് അവർക്ക് മാത്തമാറ്റിക്കലായിട്ടുള്ള കുറെ കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാനൊക്കെ ആയിട്ടുള്ള സൗകര്യം എക്സല് പ്രദാനം ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? NPV IRR ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് കാണും, അത് ഓൾറെഡി ഉണ്ട്, അതൊക്കെ അണ്ടർലൈൻ ചെയ്ത് പോവാ. ജസ്റ്റ് വായിച്ചു നോക്കാം, എന്തെങ്കിലൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പറ്റുന്നുണ്ടോ? ജസ്റ്റ് നമ്മള് എക്സലിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി നമുക്ക് അതിന്റെ മോഡൽ ഞാൻ ജസ്റ്റ് നേരത്തെ കാണിച്ചതാണ്. അതിന്റെ ആപ്ലിക്കബിലിറ്റി ഇനി ഹോസ്പിറ്റലിലെ അതിന്റെ ആപ്ലിക്കബിലിറ്റി ഉപയോഗം എന്താണെന്നുള്ളതാണ്. നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ പറയാൻ സാധിക്കും, ഒന്ന് പറഞ്ഞു നോക്കി. എന്തെങ്കിലുമൊക്കെ മെസ്സേജ് അയച്ചു, അതായത് ഇതുമായി ബന്ധപ്പെട്ട് എക്സൽ എന്തിനൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും, ഹോസ്പിറ്റലിലെ എന്തിനൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും എന്ന് മെസ്സേജ് അയച്ചു നോക്കി. ഇതിന് സാധിക്കില്ലേ? ഷീറ്റ് ഓക്കെ, സാലറി കൈകാര്യം ചെയ്യാൻ പറ്റും, ഹോസ്പിറ്റലിലെ ചാർജുകൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും, പിന്നെ മാത്തമാറ്റിക്കലുള്ള കുറെ കാര്യങ്ങളൊക്കെ
ഇനി വേറെ ഫീസ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. മെറ്റീരിയൽ മാനേജ്മെന്റ് ഓക്കെ നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് ബില്ലിംഗ് സെക്ഷനിലൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എന്തെങ്കിലുമൊക്കെ കൂട്ടലോ കുറക്കലോ അല്ലേ. ഓക്കെ നമുക്ക് അറിയാം ഇപ്പൊ കൂട്ടലോ കുറക്കലൊക്കെ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മെഡിക്കൽ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡാറ്റ സേവ് നമുക്ക് ഡാറ്റ സൂക്ഷിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ നിങ്ങൾ പറഞ്ഞതൊക്കെ തന്നെ ഉള്ളതാണ്. അപ്പോ ആക്ച്വലി നിങ്ങളൊക്കെയാണ് സ്റ്റാഫ് ലിസ്റ്റ് ഒക്കെ നമുക്ക് സോർട്ട് ചെയ്തെടുക്കാനൊക്കെ ഉപയോഗിക്കാം. ഓക്കെ അപ്പൊ ഇത് തന്നെയാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഡാറ്റ മാനേജ്മെന്റ് അനാലിസിസ്. MS Excel offers a strong tool for controlling and analyzing vast amount of data. അതായത് ഒരുപാട് വിശാലമായിട്ടുള്ള ഡാറ്റകളെ അല്ലേ നമുക്ക് ഇതെല്ലാം സോർട്ട് ചെയ്ത് അല്ലെ അന്ന് അനലൈസ് ചെയ്ത് വിശകലനമൊക്കെ ചെയ്ത് അതിനെ കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഏതൊക്കെ വേണം വേണ്ട എന്നൊക്കെ അല്ലെ അത് അനുസരിച്ചിട്ട് തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഹോസ്പിറ്റൽ റെക്കോർഡ്സ്, പേഷ്യന്റ് ഇൻഫോർമേഷൻ, financial data and inventory management can all be efficiently planned and stored in Excel spreadsheet. Excel spreadsheet വഴി അതാണ് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ അതാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്പ്രെഡ്ഷീറ്റിലേക്ക് പേഷ്യന്റിന്റേതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇൻഫോർമേഷൻസുകൾ അതല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ റെക്കോർഡ്സ് കാര്യങ്ങൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റാസുകൾ അല്ലെങ്കിൽ ഇൻവെന്ററി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതായത് സ്റ്റോക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അത് എഫിഷ്യന്റ്ലി പ്ലാൻഡ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് എഫിഷ്യന്റ്ലി കാര്യക്ഷമമായ രീതിയിൽ തന്നെ പ്ലാനിങ്ങോട് കൂടിയിട്ട് അത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സ്റ്റോർ ചെയ്ത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. വീണ്ടും പറയുന്നു ദ സോഫ്റ്റ്വെയർസ് ഫങ്ഷണാലിറ്റീസ് ലൈക്ക് സോർട്ടിംഗ്, ഫിൽറ്ററിംഗ് ആൻഡ് ഡാറ്റ validation makes us able to effectively and find and analyze the data, providing valuable insights for decision making for and resources allocations. അതായത് നമ്മള് ഓരോ റിസോഴ്സസ് ഉണ്ട് അല്ലെ നമുക്ക് ഒരു ഹോസ്പിറ്റൽ ആവുമ്പോൾ അവിടെ വിഭവശേഷികളുണ്ട്. നമുക്കറിയാം പേഴ്സൺസ് വർക്ക് ചെയ്യുന്നുണ്ട്, അസറ്റുകളുണ്ട്, ദെൻ ഫണ്ട് ഇറക്കിയിട്ടാണ് ഓരോ എക്യുപ്മെന്റ് അല്ലെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിനിയോഗിക്കുന്നത്. മെഡിസിൻസ് എല്ലാം തന്നെ പേഷ്യൻസിനൊക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഇത്തരത്തിലുള്ള ഈ റിസോഴ്സുകൾ അത് എല്ലാം ഏത് സ്ഥലത്തൊക്കെ പ്രൊവൈഡ് ചെയ്യണം അല്ലെ അത് എത്രത്തോളം കാര്യക്ഷമമായിട്ട് എവിടെയൊക്കെയാണ് അത് യൂസ് ചെയ്യേണ്ടത് അതല്ലെങ്കിൽ എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സോർട്ട് ചെയ്തല്ലേ സ്പെഷ്യലായിട്ട് നമ്മൾ നോക്കിയിട്ട് എവിടെയാണ് ചില കാര്യങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടത്. ചിലപ്പോൾ നമുക്കറിയാം ചില ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ചില ഇയറിലെ മാത്രം നോക്കിയിട്ട് നമുക്ക് കളക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഡാറ്റകൾ എല്ലാം തന്നെ നമ്മുടെ കയ്യിൽ എക്സൽ ഷീറ്റിൽ ഉണ്ടെങ്കിൽ ഏത് ഡാറ്റയാണോ ആ ഡാറ്റ അനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അത് സ്പെഷ്യലൈസ് ചെയ്ത് നമുക്ക് എടുത്ത് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി എന്തിലുണ്ട് എക്സൽ എന്ന സോഫ്റ്റ്വെയറിലുണ്ട്. നെക്സ്റ്റ് നോക്കാം പേഷ്യന്റ് ഷെഡ്യൂളിംഗ് ആൻഡ് അപ്പോയിന്റ്മെന്റ്സ്. പേഷ്യന്റ് വരികയാണെങ്കിൽ നമുക്കറിയാം അവരെ നമുക്ക് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട അല്ലെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട്. Excel can be put in use to create appointment schedules, track patient appointments and organize doctor schedules. അതായത് അവർക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കേണ്ടതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട് അല്ലെ അവരെ അല്ലെ ട്രാക്ക് ചെയ്യേണ്ടത് പിന്തുടരേണ്ടതുണ്ട്. ഇൻ കേസ് അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട് അവരെ പിന്തുടരേണ്ടതുണ്ട്. ആൻഡ് ഓർഗനൈസ് ഡോക്ടർ ഷെഡ്യൂൾ, ഡോക്ടർമാരുടെ ഷെഡ്യൂൾ ക്രമീകരിക്കേണ്ടതുണ്ട്. നമുക്ക് ഇത്രയും ആൾക്കാരാണ് അപ്പോയിന്റ്മെന്റ് വരുന്നത് അല്ലെ അപ്പൊ അവരെ ഇന്ന ഏത് നമുക്കറിയാം ഇന്ന ഡോക്ടറിനെയാണ് കാണാനായിട്ട് വരുന്നതിനനുസരിച്ചിട്ട് സോർട്ട് ചെയ്തിട്ടാണ് ഡോക്ടർമാരെ കൈകാര്യം ചെയ്യുന്നത്. നമുക്കറിയാം അതാത് ഡോക്ടർമാരുടെ അടുത്തായിരിക്കുമ്പോൾ അത് അത്തരത്തിലുള്ള പേഷ്യൻസ് സമീപിക്കുന്നത് അല്ലെ അപ്പൊ അവരെ നമുക്ക് നോക്കിയിട്ട് നമുക്കറിയാം ഇത്ര ടൈമിനുള്ളിൽ അല്ലെ ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ടൈമിനുള്ളിൽ എത്ര പേരെ കേൾക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതൊക്കെ നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കി എടുക്കാനായിട്ട് അപ്പൊ ഇന്ന പേഷ്യൻസ് പോയി കഴിഞ്ഞാൽ എത്രത്തോളം പേഷ്യൻസിനെയും കൂടിയും അവിടെ അഡ്മിഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. ഡോക്ടേഴ്സിന്റെ സമയം നമുക്കറിയാം ചിലപ്പോ ഒക്കെ പബ്ലിക്കായിട്ട് ഇരിക്കുന്ന ഡോക്ടേഴ്സ് ചിലപ്പോൾ പ്രൈവറ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ഷെഡ്യൂളും അല്ലെ സമയക്രമം ഉണ്ട്. ആ സമയക്രമം കഴിയുമ്പോൾ അവരേക്ക് പോകും. നമുക്കപ്പൊ അറിയാം അവരുടെ ആ ടൈം സമയക്രമം അനുസരിച്ചിട്ട് തന്നെയൊക്കെ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കേണ്ടതായിരുന്നു. അപ്പൊ അത്തരം കാര്യങ്ങൾ എക്സൽ ഷീറ്റ് കൊണ്ട് നമുക്ക് അവരുടെ ആ ഡാറ്റ പേഷ്യൻസിന്റെ ഡാറ്റയിൽ നിന്ന് മനസ്സിലാക്കിയൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ അനാലിസിസ്. നമുക്കറിയാം ബഡ്ജറ്റിംഗ് അല്ലെ ഓരോ
കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ ഭാഗത്തേക്ക് എത്രയും ഫണ്ട് നീക്കി വെക്കാം അല്ലെ, ഓരോ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും ഇല്ലേ? അങ്ങനെ വരുമോ? ഉണ്ടാവും അല്ലെ? അപ്പൊ അത്രയും കാര്യം നോക്കാം. അതിൽ നോക്കുമ്പോൾ എന്താണ് എക്സൽ കാൽക്കുലേഷൻസ് ഫീച്ചേഴ്സ് ആൻഡ് ഫോർമുലാസ് മേക്ക് ഇറ്റ് എ ടിപ്പിക്കൽ ടൂൾ ഫോർ ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ അനാലിസിസ് ഇൻ എ ഹോസ്പിറ്റൽ സെറ്റിംഗ്. അപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഓരോരോ ഫീച്ചേഴ്സുകൾ കണക്കാക്കി അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഓട്ടോമാറ്റിക്കലി ഇന്ന പേഴ്സൺസിന്റെ സാലറി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർ ഇത്ര ദിവസം ഉണ്ടെങ്കിൽ ഇത്രയും ടൈം എടുക്കുന്നവരാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി അല്ലെ ബേസിക് സാലറി വെച്ചൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ അതനുസരിച്ചിട്ട് അവർക്ക് 1 day സാലറി ഒക്കെ വെച്ച് അടച്ചു കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരും. നമ്മൾ പിന്നീട് അതിനെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കൂട്ടി കുറച്ചൊന്നും നടത്തേണ്ട കാര്യമില്ല ഇല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെ ഉണ്ടാവൂലേ? ഓക്കെ, അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇത് നൽകാനായിട്ട് ഈ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗപ്രദമാക്കാനായിട്ട് ഈ ഒരു എക്സൽ ഷീറ്റ് ഉപയോഗിക്കാം എന്നുള്ളത്. തന്നെ എന്താണ് പറയുന്നത്, ഫിനാൻഷ്യൽ അനാലിസിസിന്റെ ഹോസ്പിറ്റൽ സെറ്റിംഗ്സ് ഫോർമുല ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ബൈ ഫോമിംഗ് സ്പ്രെഡ്ഷീറ്റ് ഫോർ ബഡ്ജറ്റിംഗ്, ബഡ്ജറ്റ് പ്ലാനിങ്, എക്സ്പെൻസ് ട്രാക്കിംഗ്, revenue projections and cost analysis, we can better handle finance, identity areas of improvement and make informed financial decisions. അപ്പൊ അതായത് നമുക്ക് പറയാം ഹോസ്പിറ്റലിന്റെ വരുമാനം ചെലവ് അല്ലെ, റവന്യൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വരുമാനം, എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ചെലവ് അല്ലെ, അതേമാതിരി എല്ലാം ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കോസ്റ്റ് അതിൻ്റെതായ ചെലവ് വശങ്ങൾ ഇതെല്ലാം തന്നെ നമ്മൾ എക്സൽ ഷീറ്റ് വഴി അപ്ഡേഷൻ കൊടുത്ത് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം എത്രത്തോളം വരുമാനം ഉണ്ട്, ബാലൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾക്ക് അത് ചെലവാൻ സാധ്യതയുണ്ട്, അപ്പൊ ബാക്കിയുള്ള ഫിനാൻസ് എത്രത്തോളം ഉണ്ട്, അതല്ലെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ഇന്ന സെക്ഷനിൽ ഇമ്പ്രൂവ്മെന്റ് വരുത്താൻ സാധിക്കുമോ. അപ്പൊ ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കാനായിട്ട് ഈ ഒരു എക്സൽ ഷീറ്റ് കൊണ്ട് സാധിക്കുമെന്നുള്ളത്. ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ അനാലിസിസ്, അതായത് നമുക്ക് എന്തെങ്കിലും നീക്കിയിരിപ്പ് വെക്കാനായിട്ട് സാധിക്കും. ബഡ്ജറ്റിംഗ് ഒക്കെ നടത്തുക എന്ന് പറയുന്നത്, ബഡ്ജറ്റിംഗ് നടത്തുക എന്നൊക്കെ ഒന്ന് കേട്ടിട്ടില്ലേ? ബഡ്ജറ്റിംഗ് ഒക്കെ കാണിക്കാറുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഇത്രയും ഫണ്ട് നീക്കി വെച്ചു അല്ലെ, നീക്കിയിരിപ്പ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കാൻ നമ്മള് അല്ലേ മന്ത്രിസഭ കൂടുമ്പോഴൊക്കെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങളെല്ലാവർക്കും അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും ബഡ്ജറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും അനാലിസിസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടും ഈ ഒരു കാര്യങ്ങൾ നമുക്ക് ഈ ഒരു എക്സലിന്റെ ഷീറ്റ് ഉപയോഗപ്രദമാക്കാമെന്ന്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം ഇൻവെന്ററി മാനേജ്മെന്റ്. ഒരു പോയിന്റും കൂടി ഉള്ളൂ, ഇൻവെന്ററി മാനേജ്മെന്റ്. ഇൻവെന്ററി മാനേജ്മെന്റ് എന്താ പറയുന്നത്? Excel can be used to find and manage inventory, which includes medical supplies, equipment and pharmaceuticals. അതായത് നമുക്ക് ഇൻവെന്ററി എന്ന് പറയുമ്പോൾ എന്താണ് സ്റ്റോക്ക് അല്ലെ, എത്രത്തോളം സ്റ്റോക്ക് നമുക്കറിയാം. അവിടെ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ മെഡിസിൻ, എക്യുപ്മെന്റ്, അതല്ലെങ്കിൽ എന്താണ് മറ്റു തരത്തിലുള്ള അല്ലെ ഇൻവെന്ററീസ് അവിടെ ആവശ്യമാണ്. അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഓരോ ഓപ്പറേഷൻ കാര്യങ്ങളും കഴിയുമ്പോഴും അവിടെ സ്റ്റോക്ക് വേണം അല്ലെ. നെക്സ്റ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡോക്ടേഴ്സിനും നഴ്സിനും അതിൻ്റെതായ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഒക്കെ കിട്ടിയിട്ട് വേണം അല്ലെ അവർക്ക് അത് കൈകാര്യം ചെയ്യാനാണ്. അപ്പൊ എല്ലാത്തിനും ഒരു സ്റ്റോക്ക് വേണം. എക്യുപ്മെന്റ്സിന് മാത്രമല്ല അവിടെ ഉപയോഗിക്കുന്ന എല്ലാത്തരം വസ്തുക്കൾക്കും സ്റ്റോക്ക് വേണം. അതോടൊപ്പം തന്നെ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ ആയിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അതിനൊക്കെ സ്റ്റോക്ക് മതിയായ എണ്ണം ആവശ്യമാണ്. അപ്പൊ അത് കൈകാര്യം ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും എക്സൽ ഷീറ്റ് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇൻവെന്ററി മാനേജ്മെന്റ് എന്നുള്ളത്. ബൈ കീപ്പിംഗ് കറക്റ്റ് റെക്കോർഡ്സ് ഓഫ് ദ സ്റ്റോക്ക് ലെവൽ, expiry date and recording thresholds, we can avoid scarcity or overstocking, optimize inventory turnover and reduce cost. എന്നാണ് ഇതിന് പ്രധാനമായിട്ടും പറയുന്നത്. സ്റ്റോക്കുകളുടെ ലെവൽ നമ്മൾ എപ്പോഴും നോക്കണം അല്ലെ. അത് ഓവറായിട്ട് ഒരുപാട് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ആവശ്യകതയില്ല. ചിലപ്പോഴൊക്കെ എന്താണ് എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞു പോകും അല്ലെ. ബൾക്കായിട്ട് നമ്മൾ ഒന്നിച്ച് സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷെ ആവശ്യകത ഇല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് ഒക്കെ അന്ന് അത് ആവശ്യമില്ലാതെ എടുത്തു. അതേമാതിരി തന്നെ നമുക്കറിയാം സ്കേഴ്സിറ്റി, ദൗർലഭ്യം വരാനും സാധ്യതയുണ്ട്. കുറച്ചാണ് നമ്മൾ ശേഖരിച്ച് വെക്കണമെങ്കിൽ എന്താണ് അതിനേക്കാൾ കൂടുതൽ ആവശ്യക്കാരുണ്ടാവും. അപ്പൊ അവിടെ ദൗർലഭ്യം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് അവർക്ക് നേരാവണ്ണം തരാനായിട്ടുള്ള സൗകര്യമില്ല എന്നുള്ള ചീത്തപ്പേരുണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ എന്താണ് ഒരിക്കലും കൂടുതലായിട്ട് ബൾക്കായിട്ട് സ്റ്റോക്ക് ചെയ്യാനും പറ്റില്ല, എന്ന സ്കേഴ്സിറ്റി ദൗർലഭ്യം അനുഭവപ്പെടാനും സാധിക്കില്ല.
അപ്പൊ എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കി അത് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. എന്താണ് റെക്കോർഡിംഗ് ത്രെഷോൾഡ്സ്, അതായത് എല്ലാത്തിന്റെയും അല്ലെ ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് കൃത്യമായിട്ട് തന്നെ അല്ലെ അഡ്രസ് ചെയ്ത് നമ്മൾ കീപ്പ് ചെയ്ത് വെക്കണം. ഒരിക്കലും നമ്മൾ ഓർഡറുകളെല്ലാം ചെയ്യേണ്ട രീതിയിൽ തന്നെ ചെയ്ത് വെച്ചില്ല എങ്കിൽ അതിന് മിസ്റ്റേക്ക് വരാനൊക്കെ സാധിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് റീഓർഡറിങ് ത്രെഷോൾഡ്സ് എപ്പോഴും ഓർഡർ ചെയ്ത് തന്നെ അത് കീപ്പ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. വി ക്യാൻ അവോയ്ഡ് സ്കാർസിറ്റി ഓർ ഓവർ സ്റ്റോക്കിംഗ്. നമുക്ക് അങ്ങനെ റീഓർഡറിങ് ഒക്കെ ചെയ്ത് സ്റ്റോക്ക് ഒക്കെ ചെയ്ത് ക്ലിയർ ചെയ്ത് കൈകാര്യം ചെയ്ത് പോവുകയാണെങ്കിൽ എന്താണ് സ്റ്റോക്കിന്റെ സ്കാർസിറ്റി ദൗർലഭ്യം അനുഭവപ്പെടുകയേ ഇല്ല. ബൾക്കായിട്ട് ഓവർ സ്റ്റോക്കിംഗ് വന്ന് പിന്നീട് ഡേറ്റ് കഴിഞ്ഞു പോയി എന്നുള്ള നഷ്ടപ്പെടുന്ന രീതിയിലേക്കൊന്നും പോവുകയും ഇല്ല. ഒപ്റ്റിമൈസ് ഇൻവെന്ററി ടേൺ ഓവർ ആൻഡ് റെഡ്യൂസ് കോസ്റ്റ്. അങ്ങനെ വരുമ്പോൾ എന്താണ് ടേൺ ഓവർ ഒക്കെ നല്ല രീതിയിൽ മതിയായ വണ്ണം നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യാം. കോസ്റ്റ് അല്ലെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചെലവൊക്കെ കുറച്ച് കൊണ്ടുവരാനൊക്കെ ആയിട്ട് സാധിക്കും. ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ക്ലിയർ ആണ്. ജസ്റ്റ് നെക്സ്റ്റ് അവർ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? കമ്പ്യൂട്ടറാണ് ഫുൾ ടൈം ഇരിക്കാൻ തോന്നുന്നില്ല, നിങ്ങൾക്ക് മനസ്സനുവദിക്കുമെന്ന്. പക്ഷെ കുറച്ചു നേരം കൂടി ഇരിക്കാനായിട്ട് കുഴപ്പമുണ്ടാവോ? ഞാൻ എന്തായാലും ചെറിയ ബ്രേക്ക് തരാം. ഓക്കെ ആണോ? ഓക്കെ ആണ്. നമുക്ക് ജസ്റ്റ് 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, എല്ലാവരും ഓക്കെയാണ്. താങ്ക് യു. അപ്പൊ നമുക്ക് 5 മിനിറ്റ് ബ്രേക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ചെയ്യാം.
from King. നമ്മള് ഇത്തരത്തിലുള്ള കുറച്ച് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജസ്റ്റ് കണ്ടു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഇന്റർനെറ്റ് ആണ്. ഇന്റർനെറ്റ് സർവീസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം അല്ലേ? ഇന്റർനെറ്റിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാം. നമ്മൾ തന്നെ ഇപ്പൊ ഓൺലൈൻ ക്ലാസ് നെറ്റിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലേ? ആണോ? അപ്പൊ ഇന്റർനെറ്റ് അതുമായി ബന്ധപ്പെട്ട ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നോക്കാം. കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ ദ ഇന്റർനെറ്റ് ഹാസ് revolutionized the people's way to connect and interact globally. അതായത് നമുക്കറിയാം നെറ്റിന്റെ ഒരു ഇഷ്യൂസ് അല്ലെ, പ്രോബ്ലംസ് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് അന്താരാഷ്ട്ര തലത്തിലെ ഏത് മേഖലയിലും എവിടെയുള്ള ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്ത് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? ഇപ്പൊ ഫോണിലാണെങ്കിൽ എവിടെയാണെങ്കിലും അല്ലെ, ഏത് കൺട്രിയിലാണെങ്കിലും നെറ്റ് അവൈലബിൾ ആണെങ്കിൽ, നെറ്റിന് ട്രബിൾ ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് നമ്മുടേതായ അല്ലെ ആ ടൈം അവരുടെ സമയവും നമ്മുടെ സമയമൊക്കെ പോസിബിൾ ആണെങ്കിൽ നമുക്ക് എപ്പോ വേണമെങ്കിലും കണക്ട് ചെയ്ത് നമ്മുടേതായിട്ടുള്ള മാറ്റേഴ്സ് ഒക്കെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നേടിയെടുക്കാൻ സാധിക്കും അല്ലെ? അതാണ് ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഉള്ള ഏറ്റവും വലിയ അല്ലെ, പുറത്തേക്ക് പോകാനൊക്കെ ആയിട്ട് പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? വീഡിയോ കോളോ ഓഡിയോ കോളോ അല്ലെ, എന്ത് വേണമെങ്കിലും നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഇന്റർനെറ്റ് ഫെസിലിറ്റി ഉണ്ട് അല്ലെ, ഈ കാലഘട്ടത്തിലുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്, ഇന്ററാക്ട് ഗ്ലോബലി അല്ലെ, നമുക്ക് അന്താരാഷ്ട്രപരമായിട്ട് തന്നെ നമുക്ക് ആരായിട്ടും ഇന്ററാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. It has opened up a multitude of meeting places for quick and convenient communication. അപ്പൊ ആ വിപ്ലവകരമായ നേട്ടം അല്ലെ, റെവല്യൂഷനൈസ്ഡ് എന്ന് പറയുന്നത് വിപ്ലവകരമായിട്ടുള്ള ഒരു നേട്ടമാണ് എന്ത്, ഈ ഒരു നെറ്റിന്റെ ആ ഒരു അല്ലെ കമ്മ്യൂണിക്കേഷൻ സാധ്യത എന്നുള്ളത്. അപ്പൊ ഇത് എന്താണ്, സാധാരണയായിട്ട് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ അല്ലെ ആ ഒരു ഉപകാരപ്രദമായിട്ടുള്ള സമയത്ത് തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും, പെട്ടെന്ന് തന്നെ. അതോടൊപ്പം തന്നെ കൺവീനിയന്റ് കമ്മ്യൂണിക്കേഷൻ എന്നാ പറയുന്നത്. അതായത് ഇത് ഏത് പ്ലേസിലാണെങ്കിലും അത് എളുപ്പത്തിൽ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും, കൺവീനിയന്റ് ആയിട്ട് സൗകര്യപ്രദമായ രീതിയിൽ തന്നെ ആശയവിനിമയം നടത്താനായിട്ടും സാധിക്കുമെന്ന്. ഓക്കെ, ക്ലിയർ അല്ലേ ഇന്റർനെറ്റ് എന്നുള്ള ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ? ഓക്കെ, നമ്മൾ അങ്ങനെ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റർനെറ്റിന്റെ സേവനത്തില് ഏറ്റവും പ്രധാനപ്പെട്ടതും പണ്ടുകാലം മുതലേ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് എന്ത്, ഇമെയിൽ. ഇമെയിലല്ലേ ആദ്യം നമ്മൾ കുറെ കാര്യങ്ങൾ മെസ്സേജുകളൊക്കെ കൈമാറി ചെയ്തുകൊണ്ടിരുന്നത്, ആണോ? There are some important aspect of communicating through the internet പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് ഇമെയിൽ ആണ്. ഇമെയിൽ ആണ് അല്ലെ, മെയിൽ ഐ ഡി എപ്പോഴും ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ മെയിൽ അയച്ചിട്ടാണ് ഓരോ മെസ്സേജുകളൊക്കെ ആദ്യം പാസ്വേഡ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. ഇമെയിൽ എന്ന് പറഞ്ഞാൽ വളരെ പണ്ട് മുതലുള്ള ഒരു കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള ഇന്റർനെറ്റ് സർവീസ് ആണ് അല്ലെ. അപ്പൊ നോക്കാം, ഇമെയിൽ ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് വാസ്റ്റ്ലി യൂസ്ഡ് മെത്തേഡ് ഓഫ് ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇമ്പോർട്ടന്റ് അല്ലെ, എന്തുകൊണ്ടാണ് അത് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്? മോസ്റ്റ് വാസ്റ്റ്ലി യൂസ്ഡ് മെത്തേഡ് ഓഫ് ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ അല്ലെ, വളരെ നേരത്തെ മുതൽ വ്യാപകമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇമെയിൽ. ഇമെയിൽ ഐ ഡി ഓർത്ത് വെച്ചാൽ മതി, നമുക്ക് അല്ലെ എവിടെ നിന്നും ആണെങ്കിലും ഏത് അകലിൽ നിന്നാണെങ്കിലും മെസ്സേജുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുമായിരുന്നു അല്ലെ. അപ്പൊ ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത, ഇമെയിൽ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വാസ്റ്റ്ലി യൂസ്ഡ് മെത്തേഡ് ഓഫ് ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ. It permits users to send and receive message. നമുക്കറിയാം ഇമെയിൽ ചെയ്തത് എന്താണ്, മെസ്സേജുകൾ അയക്കുക. നമുക്ക് ഇമെയിൽ ഐ ഡി ഉള്ളതനുസരിച്ചിട്ട് തന്നെ മെസ്സേജുകൾ അയക്കാനും സാധിക്കും. നമ്മളിലേക്ക് അല്ലെ മറ്റുള്ളവർക്ക് ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിലേക്ക് തിരിച്ചും റിട്ടേൺ അയക്കാനായിട്ട് നമുക്ക് ആർക്കാണെങ്കിലും അയക്കാൻ സാധിക്കും, നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സ്വീകരിക്കാനായിട്ട് സാധിക്കും എന്നത്. ഡോക്യുമെന്റ്സ് ആൻഡ് മൾട്ടിമീഡിയ കണ്ടന്റ് റാപ്പിഡ്ലി ആൻഡ് സെക്യൂർലി. ഈ മെസ്സേജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ അത് നമുക്ക് അയക്കാനായിട്ട് പെട്ടെന്ന് തന്നെ അല്ലെ. അതിന്റെ സവിശേഷമായ പ്രത്യേകത എന്താണ്? അത്
പെട്ടെന്ന് തന്നെ റാപ്പിഡ്ലി അല്ലെ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എത്തിക്കേണ്ടടത്ത് എത്തിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ സെക്യൂർലി എന്ന് വെച്ചാൽ സുരക്ഷിതമായിട്ട് എത്തിക്കേണ്ടടുത്ത് എത്തിക്കാനായിട്ട് സാധിക്കുമെന്നു. ഇമെയിൽ അയച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി തന്നെ വിളിച്ചു ചോദിക്കാം എത്തിയോ അല്ലെ, മെയിൽ എത്തിയോ എന്ന് തന്നെ വേണമെങ്കിൽ വിളിച്ചു ചോദിക്കാം. നമ്മൾ അയച്ച ഡോക്യുമെന്റ് നിങ്ങളുടെ കയ്യിൽ എത്തിയോ, അപ്പൊ തന്നെ തിരിച്ച് ഇൻഫോർമേഷൻസ് നേടിയെടുക്കാൻ സാധിക്കും. ഓക്കെ എത്തി അല്ലെ. അപ്പൊ എന്താണ്, പെട്ടെന്ന് തന്നെ അത് ആ ഇമെയിൽ വഴി നമുക്ക് ഉദ്ദേശിക്കുന്ന ഡോക്യുമെന്റോ അല്ലെങ്കിൽ മെസ്സേജുകളൊക്കെ അയക്കാനായിട്ട് സാധിക്കുമെന്നുണ്ട്. then എന്താ വീണ്ടും പറയുന്നത്, ഇമെയിൽ പ്രൊവൈഡ്സ് ഫ്ലെക്സിബിൾ ആൻഡ് സിൻക്രോണസ്. സിൻക്രോണസ് എന്ന് പറയുന്നത് എന്താണ്, സിൻക്രോണസ് അതായത് കാര്യക്ഷമതയോടുകൂടി, ഇതാണ് അതിന്റെ മീനിങ്. ഫ്ലെക്സിബിൾ ആൻഡ് സിൻക്രോണസ്. സിൻക്രോണസ് എന്ന് പറയുമ്പോൾ കാര്യക്ഷമമായിട്ട്, ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. Email provides a flexible and synchronous mode of communication, permitting individuals and businesses to communicate effectively across different time zones. അതായത് നമുക്ക് ഏത് സമയത്താണെങ്കിലും അല്ലെ, നമ്മളുടേതായിട്ടുള്ള ഏത് സമയത്തും നല്ല ഫലപ്രാപ്തിയോട് കൂടിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഏതൊരു തരത്തിലുള്ള അല്ലെ, ഇൻഡിവിജ്വൽസിനാണെങ്കിലും ബിസിനസ്സിനാണെങ്കിലും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. വീണ്ടും പറയാണ്, അത് കാര്യക്ഷമമായ രീതിയിലും അല്ലെ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ചേഞ്ചിങ് നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റണമെങ്കിൽ അത് ചിലപ്പോൾ വീണ്ടും വേണമെങ്കിൽ ഇമെയിൽ റിജക്ട് ചെയ്തിട്ട് വീണ്ടും നമുക്ക് മെയിലൊക്കെ കൊടുക്കാം അല്ലെ, മാറ്റി വേണമെങ്കിലൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ പോയത് ചിലപ്പോൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും മെസ്സേജ് ഒക്കെ അയച്ചു കൊടുത്താൽ മതി അല്ലെ. അപ്പൊ അത് ചേഞ്ച് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ, ഇൻ കേസ് നമുക്കറിയാം ഓരോ ഇമെയിൽ ഐ ഡി വ്യത്യസ്ത ഇമെയിൽ ഐ ഡി ഒക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ അതിനൊക്കെ ഉള്ള സാധ്യത ഇതിലുണ്ടായിരുന്നു, ഇമെയിൽ എന്ന കമ്മ്യൂണിക്കേഷൻ ആ ഒരു ഇതിലുണ്ടായിരുന്നു അല്ലെ, ഇന്റർനെറ്റ് സൗകര്യത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് ഇമെയിലിനെ കുറിച്ച് പറയാനുള്ളത്. ജസ്റ്റ് വായിച്ചു നോക്കാം, ഓരോന്നും പതിയെ പതിയെ എടുത്ത് പോകുന്നുള്ളൂ, കാരണം നിങ്ങൾ അത്യാവശ്യം പോരടിച്ചിട്ടുണ്ട്. നോക്കാം, ഇമെയിലിനെ കുറിച്ച് ജസ്റ്റ് നോക്കാം. ഏണോ? ഇനി നമ്മളിപ്പോ ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്ക് എത്തിയിട്ടുള്ള കുറച്ച് അല്ലെ ഇന്റർനെറ്റ് സൗകര്യങ്ങളാണ്. ഈ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്? ഇച്ചിരി കൂടി മാറി അല്ലെ. ഇതില് പറഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിനേക്കാൾ ഇച്ചിരി കൂടി മുമ്പാണ്. ഇതില് നമ്മളിപ്പോ വാട്സപ്പും കാര്യങ്ങളൊക്കെയാണ്, വീഡിയോ കോളും കാര്യങ്ങളും ഒക്കെ അത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയുള്ള ഇതാണ് ഈ കാലഘട്ടത്തിലുള്ളത് അല്ലെ. വീഡിയോയും ഓഡിയോയും ഒക്കെ ഉൾപ്പെടുത്തിയുള്ള കമ്മ്യൂണിക്കേഷനുകളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ, നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ ആ രീതിയിലേക്ക് നോക്കുമ്പോൾ വോയിസ് ആൻഡ് വീഡിയോ കോൾസ്, ഇന്റർനെറ്റ് ബേസ്ഡ് വോയിസ് ആൻഡ് വീഡിയോ കോളിംഗ് സർവീസ് ലൈക്ക് സ്കൈപ്പ്, സൂം ഇതൊക്കെ നമുക്കറിയാം ഇച്ചിരി കൂടി മോൾഡായി അല്ലെ. കാലഘട്ടത്തിൽ ഇന്നും കൂടി ഇത്തിരി കൂടി ഭേദഗതിയൊക്കെ വന്നു തുടങ്ങി. എന്നാലും സൂം മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിച്ച് ട്യൂഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സെന്റേഴ്സുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഇപ്പോഴും പ്രാബല്യത്തിൽ നടക്കുന്ന ഒരു ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. Microsoft Teams make the individual and the business able to have real-time audio and video conversations. അപ്പൊ നമുക്ക് നോക്കാം, ഇത്തരത്തിലുള്ള വീഡിയോ ഓഡിയോ കോളുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്റർനെറ്റ് സേവനങ്ങളുടെ കുറച്ച് പേരുകളാണ്. ഏതൊക്കെ പേരുകളാണ്? സ്കൈപ്പ്, സൂം ആൻഡ് മൈക്രോസോഫ്റ്റ് ടീംസ് അല്ലെ. മൈക്രോസോഫ്റ്റിന്റെ തന്നെ പലതരത്തിലുള്ള ഗ്രൂപ്പുകളുണ്ട്. ഓക്കെ, സ്കൈപ്പും സൂം ഒക്കെ നമുക്കറിയാം വീഡിയോ ഓഡിയോ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇന്റർനെറ്റ് സേവനങ്ങളാണ്. പിന്നെ അതില് പ്രധാനമായിട്ടും ആർക്ക് വേണമെങ്കിലും അല്ലെ, ഇൻഡിവിജ്വൽസിനാണെങ്കിലും ബിസിനസ്സിനാണെങ്കിലും അവരുടെ ഓഡിയോയും വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് കോൺവെർസേഷൻസ് നമ്മുടെ അല്ലെ ആശയവിനിമയങ്ങളൊക്കെ നടത്താനായിട്ട് സാധിക്കുമെന്നുള്ളത്. ഇതാണ് വോയിസ് ആൻഡ് വീഡിയോ കോൾസ്. അതേസമയം ഇമെയിലിന് അങ്ങനെ പറ്റുമായിരുന്നോ? ഇമെയിൽ ഇന്റർനെറ്റ് സൗകര്യത്തിൽ അങ്ങനെ പറ്റുമായിരുന്നോ? നോ, ഇല്ല. ഇപ്പൊ വീണ്ടും വോയിസ് ആൻഡ് വീഡിയോ കോളുകളിലൊക്കെ ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദെൻ സോഷ്യൽ മീഡിയ നമുക്കറിയാം ഇത്തിരി കൂടി വന്ന് അല്ലെ, സോഷ്യൽ മീഡിയ സർവീസുകളൊക്കെയാണ്. ആ ഒരു സേവനത്തിൽ എന്തൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് സച്ച് ആസ് ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം ആൻഡ് ലിങ്ക്ഡ്ഇൻ ഹാവ് changed the way
people communicate and share information online. ഓൺലൈനായിട്ട് തന്നെ ഇൻഫോർമേഷൻസ് ഒക്കെ അല്ലെ എല്ലാവരിലേക്കും എത്തിക്കാൻ തുടങ്ങി. അപ്പൊ അത്തരത്തിലുള്ള എക്സാമ്പിളുകളാണ് എന്ത് ഫേസ്ബുക്കും ട്വിറ്ററും ഇൻസ്റ്റാഗ്രാമും ഒക്കെ പബ്ലിസിറ്റി ഒക്കെ ആയി അല്ലെ പെട്ടെന്ന് എല്ലാവരിലേക്കും എത്തും. എന്തൊക്കെയും കാര്യങ്ങളൊക്കെ അല്ലെ പെട്ടെന്ന് അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുക്കണമെങ്കിലൊക്കെ എല്ലാവരിലേക്കൊക്കെ എത്തണമെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ഇട്ടാൽ മതി. തീർച്ചയായിട്ടും അവരുമായിട്ട് ലിങ്കുള്ള ആൾക്കാരൊക്കെ എന്താണത് പെട്ടെന്ന് തന്നെ കണ്ടിരുന്നു വരും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ തരംഗങ്ങളായി ഈ കാലഘട്ടത്തിൽ. അപ്പൊ ആദ്യം ഇമെയിൽ ആയിരുന്നു, പിന്നെ വോയിസും വീഡിയോ കോളൊക്കെ ആയിട്ടുള്ള സ്കൈപ്പ് സൂം ഒക്കെ ആയിരുന്നു, പിന്നെ എന്താണ് സോഷ്യൽ മീഡിയകളിലൊക്കെ കീഴടക്കി തുടങ്ങി. അങ്ങനെ വരുന്ന കുറച്ച് അല്ലെ സോഷ്യൽ മീഡിയാസിനൊക്കെ എക്സാമ്പിളൊക്കെ ചിലപ്പോൾ ചോദിച്ചു കാണാറുണ്ട് കേട്ടോ. ഇതിൽ പെടാത്തത് കൂട്ടത്തിൽ പെടുന്നത് ഓൾ വൺ ഔട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ജസ്റ്റ് ഒന്ന് കാണാറുണ്ട്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ പെടുന്നതാണ് ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം ആൻഡ് ലിങ്ക്ഡിൻ ഒക്കെ അല്ലെ. ലിങ്ക്ഡിൻ എന്നൊക്കെ പറഞ്ഞ പഴയ കാലഘട്ടത്തിലെ ഒരു സോഷ്യൽ മീഡിയ ആണ്. അപ്പൊ ഈ രീതിയിലൊക്കെ പീപ്പിൾസ് കമ്മ്യൂണിക്കേറ്റ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് ഒക്കെ ഓൺലൈനിലൂടെ ഒക്കെ എല്ലാവരിലേക്കും എത്തിക്കാൻ തുടങ്ങി. Then this platform offers a vast reach of communication tools, which includes status updates, comments such as direct messaging and video sharing, social. Okay, നമുക്കറിയാം എപ്പോഴും അല്ലെ സ്റ്റാറ്റസ് ഒക്കെ വരുന്നത് എന്താണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ എപ്പോഴും വരില്ലേ, അറിയില്ലേ? ഓൾമോസ്റ്റ് എല്ലാവരൊക്കെ യൂസ് ചെയ്യുന്നതാണ് അല്ലെ. ചിലപ്പോഴൊക്കെ അല്ലെ ചില റെയർ ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കുറെ പേര് ഒത്തിരി പേരൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അക്കൗണ്ട് ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവരൊക്കെ അപ്ഡേഷൻസ് ഒക്കെ സ്റ്റാറ്റസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നുണ്ടാവും. സോഷ്യൽ മീഡിയ മേക്സ് ഇൻഡിവിജ്വൽസ് ആൻഡ് ബിസിനസ് ഏബിൾ ടു കണക്ട്, കൊളാബറേറ്റ് ആൻഡ് എൻഗേജ് വിത്ത് എ ബ്രോഡർ ഓഡിയൻസ്. മാത്രമല്ല നമുക്കറിയാം ഒരുപാട് ഓഡിയൻസിന് അല്ലെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്കറിയാം എന്താണ് സിനിമാ നടന്മാരെ ആൾക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്ത ഒരുപാട് ഓഡിയൻസ് ഉണ്ട് ഇല്ലേ അല്ലെ. അപ്പോ എന്താ പറയുന്നത് അതിനുള്ള ഒരു സോഷ്യൽ മീഡിയ തരംഗത്തിന്റെ ആ ഒരു കാലഘട്ടമാണ്. അപ്പൊ ജസ്റ്റ് അതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ദെൻ നെക്സ്റ്റ് നോക്കാം ഫയൽ ഷെയറിംഗ് ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ്. ഫയൽ ഷെയറിംഗ് ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് വേദികളൊക്കെ ഉണ്ട് അല്ലെ. നമ്മൾക്ക് മനസ്സിലാകാത്ത ചിലർക്കൊക്കെ അത് എന്താണെന്നുള്ള ഐഡിയാസ് ഒക്കെ ജസ്റ്റ് നോക്കാനുണ്ടാവും. ഇന്റർനെറ്റ് ബേസ്ഡ് ഫയൽ ഷെയറിംഗ് പ്ലാറ്റ്ഫോംസ് ആണ്. ഫയൽ ഷെയർ ചെയ്യാനുള്ള ഇന്റർനെറ്റിന്റെ പ്ലാറ്റ്ഫോംസുകളാണ്, ഒരു മേഖലകളാണ് എന്ത് നമ്മുടെ താഴേക്ക് പറയുന്നുണ്ട്. ലൈക്ക് ഗൂഗിൾ ഡ്രൈവ്, ഡ്രോപ്പ് ബോക്സ് ആൻഡ് വൺ ഡ്രൈവ്. makes users able to share and collaborate on documents, images and other files. അതായത് നമ്മളിപ്പോ നേരത്തെ ഒരു അല്ലെ എന്തെങ്കിലും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഫയലുകളൊക്കെ അല്ലെ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്ന സമയമാണ്. ഇതിലൂടെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ക്ലൗഡ് സ്റ്റോറേജ് പോലെയുള്ള കാര്യങ്ങൾ താഴേക്ക് വരുന്നുണ്ടല്ലോ. ഗൂഗിൾ ഡ്രൈവ്, ഡ്രോപ്പ് ബോക്സ് ആൻഡ് വൺ ഡ്രൈവ് അല്ലെ. അതിന്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയലുകളിലും ഫോൾഡറുകളിലേക്കൊക്കെ ഓൺലൈനിൽ സംഭരിക്കാൻ നമ്മളെ അനുവദിക്കുന്ന ഒരു സ്റ്റോറേജ് സർവീസ് ആണ് ഗൂഗിൾ ഡ്രൈവ്. അതായത് ഫയലുകളും ഫോൾഡറുകളും ഓൺലൈനിൽ സംഭരിക്കാനായി ഓൺലൈനിൽ തന്നെ അങ്ങനെ ഓൺലൈനിൽ സംഭരിച്ചാൽ എന്താ പ്രത്യേകത? നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ മിസ്സിംഗ് ആയി പോയാലും ഓൺലൈനിൽ അത് സുരക്ഷിതമായിട്ട് കിടക്കണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് ആ ഒരു എന്തെങ്കിലും ഒരു ഇതാണ് അല്ലെ എന്തെങ്കിലും ഒരു ഐ ഡി ഉണ്ടായാൽ മതി. ആ ഐ ഡി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് വീണ്ടും അത് ക്യാച്ച് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. കാരണം അത് ഗൂഗിളിൽ അത് ആ ഡ്രൈവില് സേവ് ചെയ്തിട്ടുണ്ട്. അതാണ് പ്രധാനമായിട്ടും ഗൂഗിൾ ഡ്രൈവിന്റെ പ്രത്യേകത. എന്താണ് ഗൂഗിൾ ഡ്രൈവിന്റെ പ്രത്യേകത? ഓക്കെ, മെയിൽ ഐ ഡിയിൽ കിടപ്പുണ്ടാവും. ഓക്കെ, അപ്പൊ ആ മെയിൽ ഐ ഡി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഐ ഡി നഷ്ടപ്പെടാതിരുന്നാൽ മാത്രം മതി. ഇൻ കേസ് നമ്മുടെ ഫോണൊക്കെ നഷ്ടപ്പെട്ടാലും എന്താണ് ഗൂഗിൾ ഡ്രൈവില് അത് സേവ് ചെയ്ത് കിടപ്പുണ്ടാവും. അപ്പൊ അതാണ് ഗൂഗിൾ ഡ്രൈവിന്റെ പ്രത്യേകത. ഞാൻ ജസ്റ്റ് പറഞ്ഞു ഫയലുകളും ഫോൾഡറുകളും ഓൺലൈനിൽ സംഭരിക്കാനായിട്ട് അനുവദിക്കുന്ന ഒരു സ്റ്റോറേജ് സർവീസ്. സ്റ്റോറേജ് വെക്കാനായിട്ട് ഓൺലൈനിൽ സ്റ്റോറേജ് വെക്കാൻ ഫയലുകളും ഫോൾഡറുകളും. ഓക്കെ, ഗൂഗിൾ ഡ്രൈവ്. ഡ്രോപ്പ് ബോക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡ്രോപ്പ് ബോക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഷെയർ ഫയൽ ആൻഡ് ഫോൾഡേഴ്സ് ഫ്രം എനി ഡിവൈസ്. നമുക്ക് എവിടേക്കും അത് എന്താണ് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഫയലുകളെല്ലാം
ഇതിലേക്ക് നമുക്ക് ഈ ഡ്രോപ്പ് ബോക്സിന്റെ സഹായത്തോട് കൂടിയിട്ട് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത്. അതാണ് ഡ്രോപ്പ് ബോക്സിന്റെ പ്രത്യേകത. ഇതും എന്താണ് ക്ലൗഡ് ആയിട്ടുള്ള സ്റ്റോറേജ് ആണ്. അത് മാത്രമല്ല ഇത് എല്ലാവരത്തേക്കും അല്ലെ നമുക്ക് ഉപയോഗപ്രദമാക്കാനും സാധിക്കും, മറ്റുള്ളവരിലേക്ക് എല്ലാവരിലേക്കും ഷെയർ ചെയ്യാനായിട്ടും സാധിക്കും എന്നുള്ളതാണ്. ദെൻ വീണ്ടും വൺ ഡ്രൈവ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് അല്ലെ നമ്മുടെ ഫയലുകളിലേക്കും അല്ലെ എല്ലാവരും നമുക്ക് എല്ലാ ഫയലുകളിലേക്കും ചിലപ്പോൾ എന്തെങ്കിലും കണക്ഷൻ വേണ്ടി വരും. നമ്മളിപ്പോ എന്തെങ്കിലും മെസ്സേജസ് ഇപ്പൊ വലിയ വലിയ കമ്പനികളൊക്കെ ആണെങ്കിൽ അവരുണ്ടാക്കുന്ന എന്തെങ്കിലും ഫയലുകളൊക്കെ മറ്റുള്ളവരിലെ എല്ലാവരിലേക്കും എത്തിക്കേണ്ട ബ്രാഞ്ചുകളിലേക്കൊക്കെ ചിലപ്പോൾ എത്തിക്കേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെ വൺ ഡ്രൈവ് ഫെസിലിറ്റികൾ ഉള്ള രീതിയാണ് അവർ ഫോളോ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫയലുകളിലേക്ക് അല്ലെ നമ്മളെ ഇപ്പൊ ഇൻ കേസ് ക്ലൗഡ് സർവീസ് തന്നെയാണ് ഇവിടെ പ്രദാനം ചെയ്തത്. അതായത് നമ്മുടെ ഓൾമോസ്റ്റ് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. ഇൻ കേസ് എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയാലും ID പ്രൂഫ് ഉണ്ടെങ്കിൽ നമുക്ക് ID അനുസരിച്ചിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ഇതെല്ലാം കിട്ടും. അത് മാത്രമല്ല മറ്റുള്ളവരിലേക്ക് ബന്ധിക്കാനായിട്ട് അല്ലെ നമ്മളെ മറ്റുള്ള ഫയലുകളിലേക്ക് ചിലപ്പോൾ അറ്റാച്ച് ചെയ്ത് കൂട്ടിച്ചേർക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സർവീസ് അത് ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് വൺ ഡ്രൈവ് സർവീസ് പ്രദാനം ചെയ്യാനായിട്ട്. ഇതൊന്നും പ്രത്യേകിച്ചൊന്നും ചോദിക്കുന്നില്ല, ജസ്റ്റ് പ്രധാനമായിട്ടും കാണുന്നത് എന്താണ്, പ്രധാനമായിട്ടുള്ള ഗൂഗിൾ ഡ്രൈവ്, ഡ്രോപ്പ് ബോക്സ് ആൻഡ് വൺ ഡ്രൈവ് എന്നൊക്കെ പറയുന്നത് എന്താണ്, ഷെയറിംഗ് ആൻഡ് ക്ലൗഡ് ഫയൽ ഷെയറിംഗ് ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഉള്ള കാര്യങ്ങളാണ് ഇത് ഗൂഗിൾ ഡ്രൈവ്, ഡ്രോപ്പ് ബോക്സ്, വൺ ഡ്രൈവ് എന്നൊക്കെ ഉണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഒന്നും നിങ്ങളോട് ചോദിച്ചു കാണാറില്ല. ഓക്കെ, വീണ്ടും പറയുന്നത് എന്താണ്, കൊളാബറേറ്റ് ഓൺ ഡോക്യുമെന്റ് ഇമേജ്. അപ്പൊ അത് നമ്മൾ ജസ്റ്റ് കണ്ടു. ഇതിൽ എല്ലാ തരത്തിലുള്ള ഇമേജുകളും ഡോക്യുമെന്റുകളൊക്കെ ഉണ്ടാവും. അത് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാനായിട്ട് ഓൺലൈനിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ഓരോന്നിലേക്ക് ഷെയർ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഫെസിലിറ്റി അനുവദിക്കുന്ന ഓരോ ഇതുകളാണ് അല്ലെ, ഓരോ സോഫ്റ്റ്വെയറുകളാണ്. Cloud storage service provide a convenient and a secure way to store and access file from anywhere, fostering seamless communication and collaboration. അതായത് നമ്മൾ കണ്ടു അല്ലെ, ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് കണ്ടു. എന്താ പ്രത്യേകത? എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? നഷ്ടപ്പെട്ടാലും കേസ് ഫോണും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയാലും ഇത് സംഭവിക്കില്ല. സംഭവിക്കും, നമ്മുടെ ഫയലുകളും ഡാറ്റകളൊക്കെ നഷ്ടപ്പെടുമോ? ഇല്ല, നഷ്ടമാവില്ല. കാരണം എന്താ, അത് ഓൺലൈനിൽ സംഭരിച്ചു വെച്ചേക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ID ഉണ്ടെങ്കിൽ മാത്രം അല്ലെ, നമ്മുടെ ID ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ID അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് വിസിബിൾ ആയിട്ട് വീണ്ടും നമുക്കത് ഉപയോഗിക്കപ്പെടുത്താനാക്കാനും വീണ്ടും മാർക്കിങ്ങിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്താണ് പറയുന്നത്, ക്ലൗഡ് സ്റ്റോറേജ് സർവീസ് പ്രൊവൈഡ് കൺവീനിയന്റ് ആൻഡ് ആ ഒരു ഫെസിലിറ്റി ഉള്ള ഒരു സംഭവമാണെങ്കിൽ ക്ലൗഡ് സ്റ്റോറേജിന് സാധ്യതയുള്ള കമ്പനികളൊക്കെയാണ് അല്ലെ, അതിന്റെ ഫെസിലിറ്റി അനുവദിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അവര് ഇൻഫോർമേഷൻസ് ഒക്കെ അതിന്റെയും കൂടി സർവീസ് ഉപയോഗപ്രദമാക്കിയിട്ടായിരിക്കും സേവ് ചെയ്ത് പോകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്, എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാലും അതെല്ലാം തന്നെ ഫയലുകൾ മൊത്തമായിട്ട് നഷ്ടപ്പെട്ടു പോകില്ല. തീർച്ചയായിട്ടും ഏതെങ്കിലും സമയത്ത് അതിനെ നമുക്ക് ഉപയോഗപ്രദമാക്കാൻ സാധിക്കും. ആൻഡ് ആക്സസ് ഫയൽസ് ഫ്രം എനിവെയർ ഫോർ സെറ്റിംഗ് സീംലെസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ. ഇൻ കേസ് അത് എവിടെ വെച്ച് വേണമെങ്കിലും നമുക്ക് അടിച്ചു കൊടുത്തിട്ട് നമ്മുടെ ആ പ്ലേസിൽ തന്നെ പോയി ID അടിച്ചു കൊടുത്തിട്ട് കിട്ടണമെന്നല്ല, നമുക്ക് ഓൺലൈനിലാണ് അത് സംഭരിച്ചു വെച്ചേക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ എവിടെ നിന്ന് വേണമെങ്കിലും ആ ID എടുത്തിട്ട് നമുക്ക് അത് നമ്മുടേതായിട്ടുള്ള ഡിവൈസുകളിലേക്ക് ഉപയോഗപ്രദമാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഈ കാലഘട്ടത്തില് കുറെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടമാണ് അല്ലെ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം, വെബിനാർസ് ആൻഡ് ഓൺലൈൻ പ്രസന്റേഷൻസ്. ഇതിനെ കുറിച്ച് നിങ്ങളൊക്കെ ഏതാണ്ടൊക്കെ ഐഡിയ ഉണ്ടാവും അല്ലെ, വെബിനാർസും ഓൺലൈൻ പ്രസന്റേഷനെ കുറിച്ചിട്ടൊക്കെ. ഓക്കെ അല്ലേ, നിങ്ങൾക്ക് അത്യാവശ്യം ഐഡിയ ഒക്കെ ഉണ്ടാവും. വെബിനാർ സംഘടിപ്പിച്ചിട്ടുണ്ടാവും, ഓൺലൈൻ പ്രസന്റേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഈ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള ഇതാണ് അത്. ഇത് നോക്കാം, ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ പെർമിറ്റ്സ് ഫോർ ദ ഹോസ്റ്റിംഗ് ഓഫ് വെബിനാർ ആൻഡ് ഓൺലൈൻ പ്രസന്റേഷൻ. ഇന്റർനെറ്റിന്റെ ആ ഒരു പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിക്കേഷൻ പെർമിറ്റ്സ് അല്ലെ, അതിന്റെ ഒരു ആശയവിനിമയം നടത്തുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് വെബിനാർ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ജസ്റ്റ് പറഞ്ഞായിരുന്നു അല്ലെ, നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ പ്രധാനപ്പെട്ട പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഓൺലൈനായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രസന്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നു.
where speakers can give out content and interact with the participants in a real time. യഥാർത്ഥ ടൈമിൽ തന്നെ അവർക്ക് സംസാരിക്കാനും അല്ലെ കണ്ടന്റ് ഒക്കെ അല്ലെ മറ്റുള്ളവരൊക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. അത് നമുക്കറിയാം മറ്റ് ഇതില് സൂം മീറ്റിംഗിലാണെങ്കിലും ഒക്കെ അതിൻ്റെതായ സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ലെ. Then എന്താണ് പ്ലാറ്റ്ഫോംസ് such as GoToWebinar and Webex facilitate interactive online events which enable knowledge sharing, training sessions and product demonstrations. അതായത് നമ്മളിപ്പോ വെബിനാർ ഒക്കെ സംഘടിപ്പിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് ചിലപ്പോൾ ട്രെയിനിങ് കൊടുക്കുന്നൊക്കെ വെബിനാർ അല്ലെ ഈ ഒരു പ്രസന്റേഷൻ ഉള്ള രീതിയിൽ വെബിനാർ ഒക്കെ സംഘടിപ്പിച്ചിട്ടായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും നോളജ് ഒക്കെ പരസ്പരം നമുക്കറിയാം കോളേജിന്റെ ഒക്കെ വൈബ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇതുമാതിരിയൊക്കെ സംഘടിപ്പിച്ചിട്ടൊക്കെ ആയിരിക്കും വെബിലൂടെയൊക്കെ ആയിരിക്കും തരുന്നത്. അതേമാതിരി തന്നെ പ്രൊഡക്റ്റുകൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ പുതിയൊരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അത് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനൊക്കെ ആയിട്ട് അതിന്റെ ഡെമോൺസ്ട്രേഷൻ കാര്യങ്ങൾ സെക്ഷനൊക്കെ വരുമ്പോഴും ഈ വെബിനാറോ വെബെക്സ് ഒക്കെ വഴിയിട്ടാണ് അത് കൈകാര്യം ചെയ്യുന്നത്. Then overall, communicating through the internet offers a range of effective, convenient, and dynamic method of tooling with others, share information and collaborate across distance. അതായത് നമുക്ക് ഒരുപാട് ഡിസ്റ്റൻസിലുള്ളവരെ ആണെങ്കിലും ഇത് എല്ലാവരെയും കൂടി ഒന്നിപ്പിച്ച് അല്ലെ സഹകരിപ്പിച്ച് നമുക്ക് ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അല്ലെ എന്തെങ്കിലുമൊക്കെ ഡൈനാമിക് ആയിട്ടുള്ള മെത്തേഡുകളൊക്കെ മനസ്സിലാക്കി അത് ലിങ്ക് ചെയ്ത് അല്ലെ എല്ലാവരെയും കൂടി കണക്ട് ചെയ്തിട്ട് കൈകാര്യം ചെയ്തെടുക്കാനും അല്ലെങ്കിൽ എന്താണ് കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തിക്കൊണ്ട് പോകാനും അല്ലെ സൗകര്യപ്രദമായ സമയത്ത് സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നെറ്റിന്റെ സഹായത്തോട് കൂടിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ദ ഇന്റർനെറ്റ് ഹാസ് ബ്രോട്ട് പീപ്പിൾ ക്ലോസർ ടുഗദർ, promoting global connectivity and breaking down barriers of time and location. അതായത് നമ്മുടെ സ്ഥലമോ അല്ലെങ്കിൽ സമയമോ അതിനൊക്കെ വിച്ഛേദിച്ചുകൊണ്ട് തന്നെ എന്താണ് ഗ്ലോബലി ആയിട്ട് എല്ലാവരായിട്ട് കണക്ട് ചെയ്യാനായിട്ട് അനുവദിക്കുന്നുണ്ട് അല്ലെ. ഈ ഒരു ഇന്റർനെറ്റിന്റെ സഹായം ഉള്ളത് കൊണ്ട് തന്നെ അവരെന്താ ചെയ്യുന്നത് നമ്മൾ എന്താ ചെയ്യുന്നതെന്നൊന്നും നോക്കേണ്ട കാര്യമില്ല അല്ലെ. നമുക്ക് ടൈം അവൈലബിൾ ആണെങ്കിൽ നമ്മുടെ സ്ഥലം ഏതാണെങ്കിൽ കൂടി എന്ത് കാര്യങ്ങളിൽ ഏർപ്പെട്ടാണെങ്കിലും കൂടി നമുക്ക് എന്താണ് ഒന്നിച്ച് തന്നെ നിന്ന് ഇന്ററാക്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ മൂവ്മെന്റ് ചെയ്യാനും അല്ലെ. ഇന്റർനെറ്റ് ഹാസ് ബ്രോട്ട് പീപ്പിൾ ക്ലോസർ ടുഗദർ, ഒന്നിച്ച് നിൽക്കാനും ഇന്ററാക്ട് ചെയ്യാനും കമ്മ്യൂണിക്കേഷൻ കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ടുള്ള സൗകര്യം ഇന്റർനെറ്റ് അനുവദിക്കുന്നുണ്ട്. ഇന്റർനെറ്റിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയോ? ജസ്റ്റ് വായിച്ചു നോക്കാം. ഇത് ബോറായോ? അപ്പൊ സമയം കഴിഞ്ഞു ഇല്ല, പക്ഷെ ക്വസ്റ്റ്യൻസ് എടുത്ത് തീർക്കാനുണ്ട്. ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതിന് തടസ്സമില്ല അല്ലെ? കുറച്ചുകൂടി എടുത്തോട്ടെ. നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ആൻ ഓവർവ്യൂ ആണ്. അത് വലിയൊരു ചാപ്റ്റർ ആണ്. അതാണെങ്കിൽ ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ്, കാരണം കുറച്ച് കൂടുതലുണ്ട് ചാപ്റ്റർ. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് ചിലതൊക്കെ ഇങ്ങനെയാണ്. അതായത് ചിലപ്പോഴൊക്കെ കാണാറുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത്. നിങ്ങൾ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ ഉള്ളത് സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ് ഓർത്ത് വെക്കുക. അതേമാതിരി തന്നെ ഫയൽ ഷെയറിംഗിൽ ഉള്ളതാണ് ഇത് ഗൂഗിൾ ഡ്രൈവ്, ഡ്രോപ്പ് ബോക്സ്, വൺ ഡ്രൈവ് എന്നൊക്കെ. അപ്പൊ ചിലപ്പോഴെങ്കിലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് അല്ലെ. ഇതിൽ പെടുന്നത് ഓഡ് വൺ ഔട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് തരുന്നതിന്റെ ഒപ്പം തന്നെ ഏതെങ്കിലും ഓർമ്മയിലേക്ക് കയറ്റി അതല്ലെങ്കിൽ ഇതൊക്കെ തരുന്നതിന്റെ ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യം അപ്പൊ നമുക്ക് മനസ്സിലാവും ഓട്ടോമാറ്റിക്കലി ഇത് എന്താണ് എന്തെങ്കിലും അല്ലെ സോഷ്യൽ മീഡിയ ആണോ അല്ലെങ്കിൽ ക്ലൗഡ് സ്റ്റോറേജ് ഫെസിലിറ്റി അനുവദിക്കുന്ന എന്തെങ്കിലും സംഭവമാണെന്നൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ വലിയ ഇതിലേക്ക് തെറ്റൊന്നുമില്ല. പിന്നെ അതേമാതിരി തന്നെ സ്കൈപ്പ് പോലെയുള്ള വോയിസ് വീഡിയോ കോഴ്സുകൾ അതൊക്കെ ഒരു ഗണമാണ് അല്ലെ. ഓരോരോ സെപ്പറേറ്റ് ഗണങ്ങളാണ്. അത് നിങ്ങൾക്ക് വായിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരും. മിക്കവാറും മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ക്യാച്ച് ചെയ്യാൻ സാധിക്കും. അപ്പൊ ജസ്റ്റ് അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോയേക്കെ.
ഇതേമാതിരി തന്നെ അല്ലാതെ വലിയ വൈഡ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല. നമുക്ക് ആകെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഇതൊന്നും ചോദിക്കാറില്ല. പക്ഷെ താഴേക്ക് കുറച്ച് കാണുന്നുണ്ട്. അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഫിഷിങ്, ഐഡന്റിറ്റി തെഫ്റ്റ്, ഡാറ്റ ബ്രീച്ചസിലൊക്കെ മാൻ ഇൻ ദ മിഡിൽ ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന മാൻ ഇൻ ദ മിഡിൽ എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ. അത് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇപ്പോഴും കാണാറുണ്ട്. നെക്സ്റ്റ് ഉള്ളത് വെബ് ബ്രൗസേഴ്സ് ആണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കാം. വെബ് ബ്രൗസേഴ്സും കൂടി കഴിഞ്ഞിട്ട് ഞാൻ നിർത്താം. ഞാൻ എല്ലാവരോടും ഇല്ല. ഓക്കെ, വെബ് ബ്രൗസേഴ്സ് നോക്കാം. Web browsers are software applications that makes the users able to evaluate and navigate the world wide web. അതായത് www അല്ലെ, www പറഞ്ഞുകൊണ്ട് നമ്മൾ എപ്പോഴും എന്തെങ്കിലും നമുക്ക് ഹിസ്റ്ററീസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അടിച്ചു നോക്കും അല്ലെ. www അടിച്ചിട്ടാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്, വെബ് ബ്രൗസർ ആയിട്ട് ഉപയോഗിക്കുന്നത് അല്ലെ. നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ അല്ലേ, ആണോ? അതൊരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം, അണ്ടർലൈൻ ചെയ്ത് പോയിട്ട് വെക്കാം. വെബ് ബ്രൗസേഴ്സ് ആർ എ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ that makes users able to evaluate and navigate the world wide web. അതായത് വെബ്സൈറ്റിലൂടെ നമുക്ക് അല്ലെ നമ്മുടേതായിട്ടുള്ള അഡ്രസ് ചെകഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് എന്തെന്ന് പറയുന്നത്, വെബ് ബ്രൗസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വെബ് ബ്രൗസേഴ്സ് ആർ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ that make users able to evaluate and navigate the world wide web. നമുക്ക് എന്തിന്റെ അഡ്രസ് www.com അങ്ങനെ കൊടുത്തിട്ടാണ് നമ്മൾ നോക്കി നമ്മുടേതായിട്ടുള്ള ഡീറ്റെയിൽസ് നേടിയെടുക്കുന്നത് അല്ലെ. They provide a graphical user interface for individuals to interact with the website, search for information and consume online content. നമ്മളിപ്പോ ഓൺലൈനിൽ എന്തെങ്കിലും ഒരു സംഭവം കണ്ടു അല്ലെ, നമ്മൾ ഈ ഒരു വെബ് അഡ്രസ് കണ്ടു, നമുക്ക് അതിന്റെ നിന്ന് ചില കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനുണ്ട്. ചിലപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇപ്പൊ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ എന്നെല്ലാം കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ, എന്തൊക്കെയാണ് അവിടുത്തെ സീറ്റിന്റെ കാര്യങ്ങൾ, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ സെർച്ച് ചെയ്ത് പോകും അല്ലെ. അപ്പൊ നമ്മൾ എന്താ ഒരു ചിലപ്പോ അതിന്റെ ആ ഒരു പിക്ചർ കാണുന്നതനുസരിച്ചിട്ടാണ് ഇന്ന മേഖലകളിലേക്ക് പോകുമ്പോൾ ഇന്നത് കാണാം. അപ്പൊ അതനുസരിച്ചിട്ട് നമ്മൾ മൂവ്മെന്റ് നടത്തും അല്ലെ. ആരും ഇങ്ങനെ ഒറ്റയടിക്കൊന്നും പഠിച്ചൊന്നും എടുക്കില്ല. എന്നെ കേൾക്കുന്ന എല്ലാവരും ആണെങ്കിലും നിങ്ങൾ ആരും ഒറ്റയടിക്കൊന്നും യൂസ് ചെയ്ത് അല്ലെ എനിക്ക് യൂസ് ചെയ്യാനായിട്ട് അറിയില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കരുത്. വെബ്സൈറ്റ് ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിരീക്ഷിച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടമാണ് അല്ലെ. അപ്പൊ നമ്മളെല്ലാം അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ബാക്ക് ചെയ്ത് നിൽക്കരുത്. നമ്മുടെ കയ്യിൽ ആരും നമുക്ക് കൊണ്ടേ തരില്ല. അപ്പൊ നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ ഇങ്ങനെ സെർച്ച് ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ ഓരോന്നിലേക്ക് സെർച്ച് ചെയ്യുമ്പോൾ അവിടെ ട്രേസ് ചെയ്ത് അല്ലെ അവർ ഇങ്ങനെ കാര്യങ്ങളിലേക്ക് പോകണം എന്നൊക്കെ മൂവ്മെന്റ് ഒക്കെ കാണിച്ചു തരും. അപ്പൊ ആ മൂവ്മെന്റിലൂടെയൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് പോയി നമ്മുടേതായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യും അല്ലെ. അങ്ങനെ തന്നെയല്ലേ നമ്മൾ ചെയ്യാറ്. യൂസ് ചെയ്യുന്നവരൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, ഇതിന്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്. എക്സാമ്പിൾസ് ഗൂഗിൾ ക്രോം, മൊസില്ല ഫയർഫോക്സ് ഒക്കെ ഇതിന്റെ എക്സാമ്പിൾ. എന്തിന്റെ എക്സാമ്പിൾ ആണ്? വെബ് ബ്രൗസേഴ്സിന്റെ എക്സാമ്പിൾ. അപ്പൊ ഇതും നോട്ട് ചെയ്യാട്ടോ. ഈ എന്താണ് ഗൂഗിൾ ക്രോം, മൊസില്ല ഫയർഫോക്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്? വെബ് ബ്രൗസേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആകും. പല കാര്യങ്ങൾ ഒന്നിച്ചു തരുമ്പോൾ ഇതെന്താണ് അതെന്താണെന്നൊന്നും സംശയം വേണ്ട. ഇത് വെബ് ബ്രൗസേഴ്സ് ആണ്. There are some important points about the web browsers. Web browsers ne kurichittulla കുറച്ച് points പറയാണ്. യൂസർ ഇന്റർഫേസ് നമ്മൾ നേരത്തെ അല്ലെ നമ്മളെ പവർ പോയിന്റിലും കാര്യങ്ങളിലൊക്കെ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് അല്ലെ ഇന്ററാക്ട് ചെയ്യാനായിട്ട് എളുപ്പം. കാരണം ഓരോന്നും അത് ഇങ്ങനെ ചെയ്തൊക്കെ ഓരോ മൂവ്മെന്റ് കാണിച്ചു തരും. അപ്പൊ നമുക്കത് ഉപയോഗിക്കാം. നമ്മൾ പറ്റില്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക. വെബ് ബ്രൗസേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യുക യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് വിത്ത് ആക്സെപ്റ്റ് ലൈക്ക് അഡ്രസ് ബാർസ്, ബുക്ക് മാർക്സ് അതിന്റെ നാവിഗേഷൻ ബട്ടൺസ്, ഇതൊക്കെ എങ്ങനെ പോകണമെന്നൊക്കെയുള്ള ബട്ടൺസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിലെല്ലാം ബുക്ക് മാർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ എപ്പോഴെപ്പോഴും യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ബുക്ക് മാർക്ക് ഒക്കെ കൊടുക്കാം. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോണിലേക്ക് അത് ഇങ്ങനെ വരും അല്ലെ. അപ്പൊ നമുക്കത് സെർച്ച് ചെയ്ത് നോക്കാനൊക്കെ ഉണ്ട്. നമ്മൾ ചിലപ്പോ ഒക്കെ കേരള PSCയിലൊക്കെ കയറുന്നവരൊക്കെ ആണെങ്കിൽ PSC ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ആ സൈറ്റുകളൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വാച്ച് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ബുക്ക് മാർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തു പോവുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്കത് ഉപയോഗിക്കാനായിട്ടൊക്കെ സാധിക്കും. They permit the users to get into website address, URLs. എന്താണ് URLs എന്ന് പറയുന്നത്?
അതൊന്ന് നോട്ട് ചെയ്യാം. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ഇതാണ് URLs എന്ന് പറയുന്നത്. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അപ്പൊ അതിനുള്ള സൗകര്യം അല്ലെ, വെബ് അഡ്രസ്സിൽ അത് യൂണിഫോം ആയിട്ട് ഒന്നിച്ച് കൈകാര്യം ചെയ്യുന്നതിന്റെ അഡ്രസ് ഒക്കെ അവിടെയുണ്ട്. സെർച്ച് ക്വയറീസ് ആൻഡ് റിക്വസ്റ്റഡ് വെബ് പേജസ് ഇൻ എ വിഷ്വലി അപ്പിയറിംഗ് ഫോർമാറ്റ്. നമുക്ക് വേണമെങ്കിൽ അതിന്റെ അല്ലെ എന്തെങ്കിലുമൊക്കെ പരിശോധനകളൊക്കെ കാര്യങ്ങൾക്കൊക്കെ അതിന്റെയൊക്കെ എന്താ ഡീറ്റെയിൽസ് ഒക്കെ കാണണം അല്ലെ, നമുക്ക് ചില വീഡിയോ ക്ലിപ്പുകളൊക്കെ കാണണം, അങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിലും നമുക്ക് പരിശോധിച്ചേക്കാം. യൂണിഫോം റിസോഴ്സ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ LOCATOR LOCATOR. നെക്സ്റ്റ് നോക്കാം റെൻഡറിങ് വെബ് പേജസ് അതിൽ പറയുന്നത്. അപ്പൊ വിഷ്വലി ഫീൽ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് അതിന് ഉപയോഗപ്രദമാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് rendering web pages. Browsers utilize rendering engines to explain and display web content. അതായത് നമുക്ക് അല്ലെ നമുക്ക് വിഷ്വലി അപ്പീൽ ആക്കുന്നതിന് ഡിസ്പ്ലേ ചെയ്ത് നമുക്ക് അത് കൈകാര്യം ചെയ്യാനായിട്ടുള്ള സൗകര്യം ഇത് പ്രദാനം ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ഇതിലും പറയുന്നത്. rendering web pages. Browsers utilize rendering engines. അതായത് വിഷ്വലി നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇത് പ്രദാനം ചെയ്യുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എഴുതി തയ്യാറാക്കി മാത്രമല്ല അല്ലെ, പിക്ചർ സഹിതമാണ് നമ്മൾ ഓരോ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് അതിലേക്കൊക്കെ ക്ലിക്ക് ചെയ്ത് പോകാനൊക്കെ സാധിക്കും. Tabbed browsing. Tabbed browsing is an accepted features in web browsers that permits users to open multiple web pages within a single browser window. അതായത് നമുക്ക് വേണമെങ്കിൽ അല്ലെ, നമ്മളിപ്പോ കയറിയൊക്കെയാണ് ഒരു വെബ് പേജിൽ കയറി, ആ വെബ് പേജിൽ കയറി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് വേറൊരു വെബ് പേജും കൂടി കാണാം അല്ലെ, നമുക്ക് അങ്ങനെ തോന്നുകയാണ്. കാരണം അതിനെ കുറിച്ചും കൂടി അറിയാം. നമ്മളൊരു വേറൊരു വെബ് അഡ്രസ് അടിച്ചിട്ട് മറ്റേ ലിങ്ക് ചെയ്യണം. അപ്പൊ അങ്ങനെ വെബ് പേജുകൾ നമുക്ക് ആഡ് ചെയ്ത് കൊണ്ടുപോയി നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാനായിട്ട് സാധിക്കുമെന്ന്. ബുക്ക് മാർക്ക് ആൻഡ് ഹിസ്റ്ററി നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ബുക്ക് മാർക്കൊക്കെ കൊടുത്തിട്ട് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ നമുക്ക് കൊണ്ടുവരുന്നതിനായിട്ട് സാധിക്കുമെന്നുണ്ട്. Browsers make users able to bookmarking their most liked website for quick access. ഞാൻ നേരത്തെ പറഞ്ഞ ബുക്ക് മാർക്സിനെ കുറിച്ച് ജസ്റ്റ് പറഞ്ഞല്ലേ, അത് നമുക്ക് എപ്പോഴും വിസിറ്റ് ചെയ്യണമെന്നുള്ള വെബ് ബ്രൗസർ ആണെങ്കിൽ അതിന് എന്തെങ്കിലും ബുക്ക് മാർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ക്വിക്കായിട്ട് നമ്മുടെ ഫോണിൽ തന്നെ ഓൾറെഡി ഓൾമോസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒരു പോയിന്റ് ഒക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ അത് ഇങ്ങനെ വരും അല്ലെ, ബുക്ക് മാർക്കൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വരും. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് സെർച്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. They also keep a browsing history, permitting users to revisit formerly visited web pages. നമുക്ക് ഏത് വെബ് പേജ് വേണമെങ്കിലും നമ്മുടെ അല്ലെ നമുക്ക് റീവിസിറ്റ് ചെയ്യാനോ വീണ്ടും കാണാനോ എല്ലാത്തിനുള്ള സൗകര്യം അത് അനുവദിക്കുന്നു. Security and privacy. Web browsers give a priority to security and privacy features to protect users' data and provide secure browsing experience. അതായത് നമ്മൾ ഈ സാധാരണ വെബ് പേജിലൊക്കെ കൊടുക്കുന്നതൊക്കെ സെക്യൂർ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, നമ്മൾ ആരെയും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലും ഒക്കെ കൊടുക്കാറുണ്ടോ? ഇല്ല, വെബ്സൈറ്റിലൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് സുരക്ഷിതത്വം തരുന്ന പ്രൈവസി ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ഡീറ്റെയിൽസ് ഒക്കെ തന്നെയായിരിക്കും. അപ്പൊ നമുക്കത് സുരക്ഷിതമായിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. Then popular web browsers consist of Google Chrome, Mozilla Firefox, Apple Safari, Microsoft Edge and Opera. അതൊക്കെ എന്താണ് നമ്മുടെ ബ്രൗസേഴ്സിന്റെ എക്സാമ്പിളുകളാണ്. Users have the flexibility to select the browser that best suits their preference, needs and platforms of choice. നമുക്ക് ഏത് വേണമെങ്കിലും ഇതിലേക്കും കയറാം അല്ലെ, അത് നമ്മളെ ചോയ്സാണ്. നമുക്ക് ഇഷ്ടമുള്ളത് ചിലതിനൊക്കെ ചില സൈറ്റ് ആയിരിക്കും നല്ലത് അല്ലെ, ഏത് വെബ്സൈറ്റ് ഒക്കെയാണ് എല്ലാവരും യൂസ് ചെയ്യണേന്നൊക്കെയുള്ളത് എന്താക്കിയാലേ കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്ത് മനസ്സിലാക്കി എടുത്തിട്ട് ആ വെബ്സൈറ്റിലേക്കൊക്കെ കയറാം. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള വെബ്സൈറ്റുകളൊക്കെ ഉണ്ട്. ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് മറ്റൊരു വെബ്സൈറ്റിലേക്ക് കയറാനായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഈ വെബ് ബ്രൗസേഴ്സ് പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്പൊ വെബ്സൈറ്റിന്റേതായിട്ടുള്ള ഉപയോഗങ്ങളും നമ്മൾ ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കണം എന്നുള്ളതാണ്. ജസ്റ്റ് വെബ് ബ്രൗസേഴ്സിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, വായിച്ചു നോക്കാം. ഈ ഇത്തരത്തിലുള്ള എക്സാമ്പിൾസുകൾ നിങ്ങൾ നോക്കിപ്പോയിക്കോളൂ കേട്ടോ. കാരണം എല്ലാ എക്സാമ്പിളിനെയും കുറിച്ചിട്ട് ഒരു അവയർനെസ് അല്ലെ, നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പ്യൂട്ടറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മള് ഇന്റർനെറ്റിനെ കുറിച്ചിട്ടോ വെബ് ബ്രൗസേഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു അറിവ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസേ ചോദിക്കുള്ളൂ.
അതിന്റെയൊക്കെ എക്സാമ്പിളുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കും. ഇതൊക്കെ നോട്ട് ചെയ്ത് പോകും. ഞാൻ അധികം എടുത്ത് ഓരടിപ്പിക്കുന്നില്ല. നെക്സ്റ്റ് നമുക്ക് ഓൺലൈൻ സെക്യൂരിറ്റി എടുക്കാം. തന്നെ നമുക്ക് എടുക്കാനുള്ളത് ഓവർവ്യൂവിന്റെ ചാപ്റ്റർ ആണ്. ഓവർവ്യൂവും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത്രയും നേരം സഹിച്ചതിനൊക്കെ കുഴപ്പമില്ലാതൊക്കെ ഇരുന്നതിനും താങ്ക് യു. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഇന്നത്തേന് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.